വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. നമ്മൾ ഇന്ന് പറയുന്നത് മലാല യൂസഫ്സായിയെ കുറിച്ചാണ്. നമുക്ക് നല്ലവണ്ണം പരിചയമുള്ള ഒരാളാണ് മലാല യൂസഫ്സായി. യൂണിറ്റിന്റെ പേര് എ ഡോട്ടർ ഈസ് ബോൺ, ഒരു പുത്രി ജനിക്കുന്നു എന്നതാണ്. എ ഡോട്ടർ ഈസ് ബോൺ, ഒരു പുത്രി ജനിക്കുന്നു. മലാല യൂസഫ്സായിയുടെ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കുന്നു? ഒന്ന്, മലാല യൂസഫ്സായിയുടെ ജീവിതത്തിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്തെല്ലാം, സാംസ്കാരികമായ കോണ്ടെക്സ്റ്റുകൾ എന്തെല്ലാം. രണ്ട്, മലാല യൂസഫ്സായിയുടെ വാല്യൂസിനെയും അതുപോലെ വിശ്വാസങ്ങളെയും ബിലീഫ്സിനെയും ഷേപ്പ് ചെയ്യുന്നതിൽ അവരുടെ ഫാമിലിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും നമ്മളിത് മനസ്സിലാക്കും. അതുപോലെ പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ്, രാഷ്ട്രീയമായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടും. പ്രത്യേകിച്ച് മലാല യൂസഫ്സായിയുടെ ഗ്രാമമായിട്ടുള്ള സ്വാറ്റ് വാലിയിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസിനെ പറ്റി നമുക്ക് നല്ലൊരു ഉൾക്കാഴ്ച കിട്ടും. അവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഈ പാഠം വായിക്കുമ്പോൾ മനസ്സിലാകും. അതിനേക്കാളും എല്ലാം അപ്പുറം ദ കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നമുക്കൊരു ധാരണ കിട്ടും. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യമാണ് എന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് ഒരു കാഴ്ച കിട്ടും. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ സൊസൈറ്റി, സമൂഹത്തിൽ ആ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുകൂടി നമുക്ക് ഈ പാഠം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ പാഠം വായിക്കുന്നതിന് മുമ്പ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, പ്രീ റിക്വിസിറ്റ്സ്, എന്താണ് ഈ പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ അതിന്റെ പശ്ചാത്തല വിവരം നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതിനെപ്പറ്റി ചെറിയ വിവരണം നോക്കാം. ഇന്ത്യസ് ഹിസ്റ്ററി ഓഫ് ഗേൾസ് എഡ്യൂക്കേഷൻ ഈസ് എക്സ്റ്റെൻസീവ് ആൻഡ് ഡൈനാമിക്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഇന്ത്യയുടെ ചരിത്രം വളരെ എക്സ്റ്റെൻസീവ് ആണ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ്. ആൻഡ് ഡൈനാമിക്, ചലനാത്മകമാണ്. പെട്ടെന്ന് 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 പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മുടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്കുണ്ട്. റിഫ്ലക്റ്റിംഗ് ദ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ട്രെൻഡ്സ് ഓഫ് ദ നേഷൻ. അത് ശരിക്കു പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി അടയാളപ്പെടുത്തുന്നത് നമ്മുടെ സോഷ്യൽ, സാമൂഹ്യപരമായ, പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായ, ആൻഡ് കൾച്ചറൽ, സാംസ്കാരികപരമായ ട്രെൻഡുകളെയാണ്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികപരമായ ട്രെൻഡുകളെയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ശരിക്കു പറഞ്ഞാൽ അടയാളപ്പെടുത്തുന്നത്. ഇൻ ടേംസ് ഓഫ് ഫീമെയിൽസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്നർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കന്റ് അഡ്വാൻസ്മെന്റ് ഓവർ ദ ഇയേഴ്സ്. ഒരുപാട് കാലങ്ങളായിട്ട് ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. The percentage of women who are literate has increased. അക്ഷരജ്ഞാനമുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹയർ എഡ്യൂക്കേഷൻ നേടിക്കൊണ്ടിരിക്കുന്ന, ഉപരിവിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പൊളിറ്റിക്സ്, സയൻസ്, ആർട്സ്, ബിസിനസ്, പൊളിറ്റിക്സ് രാഷ്ട്രീയം, സയൻസ് ശാസ്ത്ര മേഖലകൾ, ആർട്സ് കലാപരമായ മേഖലകൾ, ബിസിനസ്, ഇവിടെയൊക്കെ സ്ത്രീകൾ ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് പറയാൻ പറ്റും. ഒരു ഇന്ത്യയുടെ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു ലൈഫിനെ പറ്റി, അവരുടെ ഒരു മാറ്റത്തെ പറ്റിയാണ് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞത്. വാട്ട് അബൌട്ട് പാകിസ്ഥാൻ? എന്നാൽ പാകിസ്ഥാന്റെ കാര്യം എന്താണ്? യെസ്, അതായത് പാകിസ്ഥാൻ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കന്റ് സ്ട്രൈഡ്സ് ടുവേർഡ്സ് increasing the number of girls enrolled in schools, particularly in metropolitan areas. പാകിസ്ഥാനും വളരെ പ്രധാനപ്പെട്ട ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിഗ്നിഫിക്കന്റ് സ്ട്രൈഡ്സ്, സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എന്നർത്ഥം. സ്ട്രൈഡ്, സ്റ്റെപ്പ്. ഇപ്പൊ പാകിസ്ഥാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ വിഷയത്തിൽ? ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഗേൾസ് എൻറോൾഡ് ഇൻ സ്കൂൾസ്, സ്കൂളുകളിൽ എൻറോൾ ചെയ്യുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്.
പെർട്ടിക്കുലർലി പ്രത്യേകിച്ച് ഇൻ മെട്രോപൊളിറ്റൻ ഏരിയാസ്, പ്രത്യേകിച്ച് ടൗണുകളിൽ, വില്ലേജുകളിലല്ല, ടൗണുകളിൽ. ഗേൾസ് എഡ്യൂക്കേഷൻ ഹാസ് ബീൻ പ്രൊമോട്ടഡ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ത്രൂ ഗവൺമെന്റ് പ്രോഗ്രാംസ്. പാകിസ്ഥാനിലെ ഗവൺമെന്റ് വഴി തന്നെ, ഗവൺമെന്റ് പ്രോഗ്രാമുകൾ വഴി തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും ശരിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബേനസീർ ഭൂട്ടോ ഷഹീദ് യൂത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതൊരു പ്രോഗ്രാമാണ്. ബേനസീർ ഭൂട്ടോ ഷഹീദ് യൂത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ബേനസീർ ഭൂട്ടോയുടെ പേരിലുള്ള ഒരു പ്രോഗ്രാമാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കോളർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഹയർ എൻറോൾമെന്റ് ഹാസ് ബീൻ എയ്ഡഡ് by the introduction of free textbooks and grants for female students in select area. ഹയർ സ്കൂളുകളിൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പെൺകുട്ടികൾക്ക് ഒരുപാട് സഹായം കൊടുത്തിട്ടുണ്ട്. ഫ്രീ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുക, അതുപോലെ ഗ്രാൻഡ് കൊടുക്കുക, പിന്നെ പെൺകുട്ടികൾക്ക് പ്രത്യേകമായ പഠനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സോ പാകിസ്ഥാനിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്റ്റെപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഡെസ്പൈറ്റ് പ്രോഗ്രസ്, അങ്ങനെ പുരോഗതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും there are still gender difference in schooling. സ്കൂളിങ്ങിന്റെ വിഷയത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും അവിടെ there are still gender differences. ഇപ്പോഴും അവിടെ ജെൻഡർ വ്യത്യസ്തതകൾ, വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. ആൺ പെൺ എന്ന് പറയുന്നൊരു വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഡ്യൂ ടു കൾച്ചറൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഹിൻഡ്രൻസസ്, സാംസ്കാരികപരമായ, സാമൂഹികപരമായ, സാമ്പത്തികപരമായ തടസ്സങ്ങൾ കാരണമായി. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ കാരണമായി, അല്ലെ? ബിക്കോസ് കാരണമായി, കൾച്ചറൽ സാംസ്കാരികപരമായ, സോഷ്യൽ സാമൂഹികപരമായ, ആൻഡ് എക്കണോമിക് ഹിൻഡ്രൻസസ് സാമ്പത്തികപരമായ തടസ്സങ്ങൾ കാരണമായി. വിമൻസ് ആക്സസ് ടു സ്കൂൾ is still restricted in rural and remote places. പെൺകുട്ടികൾക്കുള്ള ആക്സസ് ടു സ്കൂൾ, സ്കൂളിലേക്കുള്ള ആക്സസ്, സ്കൂളിലേക്കുള്ള പ്രവേശനം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. എവിടെ? ഇൻ റൂറൽ ആൻഡ് റിമോട്ട് പ്ലേസസ്, വില്ലേജുകളിൽ, ഗ്രാമങ്ങളിൽ, അത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ, ടൗൺ അല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ സ്ത്രീകളുടെ വിമൻസ് ആക്സസ് ടു സ്കൂൾ, സ്ത്രീകളുടെ സ്കൂളിലേക്കുള്ള പ്രവേശനം is still restricted. അതിപ്പോഴും റെസ്ട്രിക്റ്റഡ് ആണ്, ലിമിറ്റഡ് ആണ്, നിയന്ത്രണമാണ്. എന്നീ കാരണങ്ങൾ. ഗേൾസ് അറ്റൻഡൻസ് അറ്റ് സ്കൂൾ, സ്കൂളിലേക്കുള്ള പെൺകുട്ടികളുടെ പോക്ക്, പെൺകുട്ടികൾ വരുന്നത് മേ ബി ഹിൻഡേർഡ്, മേ ബി ഡിഫിക്കൽട്ട്, അത് തടസ്സപ്പെട്ടേക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? ബൈ ഇഷ്യൂസ് ലൈക്ക് ഏർലി മാരേജ്, നേരത്തെ തന്നെ കല്യാണം കഴിച്ചയക്കുന്നു. അപ്പോൾ പെൺകുട്ടികൾ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കല്യാണം കഴിച്ചയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ 9ഉം 10ഉം പഠിക്കുന്നില്ല. അപ്പോൾ ഏർലി മാരേജ്. ചൈൽഡ് ലേബർ, ചെറിയ കുട്ടികളെ തൊഴിലെടുക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് അത്യാവശ്യം പ്രായമായി എന്ന് പറഞ്ഞിട്ട് അവരെ തൊഴിലെടുക്കാൻ കൊണ്ടുപോകും. അപ്പൊ അത്രയും നമുക്ക് ലാഭം കിട്ടുന്നു. ആൻഡ് ലോങ് കമ്മ്യൂട്ട്സ്, അതുപോലെ തന്നെ ഒരുപാട് ദീർഘമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കാരണമായിട്ട് പലപ്പോഴും പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ അവരുടെ അറ്റൻഡൻസ് വളരെ കുറവാണ്, സ്കൂളിൽ പോകുന്നില്ല എന്നർത്ഥം. കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് മേ ലിമിറ്റ് ഗേൾസ് മൊബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ യാഥാസ്ഥിതിക നിലപാടുകളും ഒരു പക്ഷേ അവർക്ക് ഇത്തരം അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ടായിരിക്കാം. ആൻഡ് സം ഫാമിലീസ് പ്ലേസ് എ ഹയർ വാല്യൂ ഓൺ ബോയ്സ് എഡ്യൂക്കേഷൻ ദാൻ ഓൺ ഗേൾസ്. ഇനി സം ഫാമിലീസ്, ചില ഫാമിലികൾ, ചില വീട്ടുകാർ, കുടുംബക്കാർ, അവർ പ്ലേസ് എ ഹയർ വാല്യൂ, ഒരു വലിയ വാല്യൂ കൊടുക്കുന്നത് ഓൺ ബോയ്സ് എഡ്യൂക്കേഷൻ, ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ്, ദാൻ ഓൺ ഗേൾസ്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കാളും ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ചില ഫാമിലികൾ പോലും അവർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? അല്ല. പിന്നെ ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് പ്രാധാന്യം കുറയുന്നു. The issue of early and forced marriages is still present. ഇപ്പോഴും നേരത്തെയുള്ള വിവാഹങ്ങൾ, അതുപോലെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കല്യാണം, നിർബന്ധിപ്പിച്ച കല്യാണം കഴിപ്പിച്ചേക്കാം, ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു സംഭവം ആണ്, ഇഷ്യൂ ആണ്. A persistent difficulty is ensuring that females receive high quality education. ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തൽ ഇപ്പോഴും വലിയൊരു പ്രശ്നമാണ്. കിട്ടുന്നില്ല എന്നർത്ഥം. സ്കൂൾസ് ഫ്രീക്വൻലി ലാക്ക് ആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ലാക്ക് ആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ലാക്ക് എന്ന് പറഞ്ഞാൽ കുറയുക എന്നർത്ഥം. സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവ കുറവാണ്. ആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ പലപ്പോഴും അവിടെ കുറവാണ്.
എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, വളരെ അനുഭവ സമ്പത്തുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് വളരെ കുറവാണ്. ആൻഡ് ഇൻസ്ട്രക്ഷണൽ സപ്ലൈസ്, അതേപോലെ തന്നെ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുന്ന അതിനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. പലപ്പോഴും സ്കൂളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് അർത്ഥം. ദിസ് മേ കോസ് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ടു ഹാവ് പുവർ ലേണിംഗ് എക്സ്പീരിയൻസസ്. ഇങ്ങനെ സ്കൂളിൽ ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് എന്നതും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന ഫാക്കൽറ്റി വളരെ കുറവാണ് എന്നതും ശരിക്കും പറഞ്ഞാൽ അത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ലേണിംഗ് എക്സ്പീരിയൻസസിനെ സംബന്ധിച്ചിടത്തോളം, പഠന അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ബാധകമാണെന്ന് അർത്ഥം. The Pakistani government has introduced a number of initiatives to support the education of girls. പാകിസ്ഥാൻ ഗവൺമെന്റ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ്, ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ? പാകിസ്ഥാൻ ഗേൾസ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്, അതൊരു സംരംഭമാണ്. പാകിസ്ഥാൻ ഗേൾസ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്. വേറൊന്ന് പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഗേൾസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇതും പാകിസ്ഥാനിലുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു ഇനീഷ്യേറ്റീവാണ്. These initiatives seek to reduce gender inequities and increase the access of girls to high quality education. ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് ആവശ്യമായിരിക്കുന്ന ആക്സസ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിലുള്ള വിദ്യാഭ്യാസപരമായ ഒരു ഡിഫറൻസ് ഇല്ലാതെയാക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രോഗ്രാംസുകളൊക്കെ. അതുപോലെ ഇൻ പാകിസ്ഥാൻ ന്യൂമറസ് NGOs, ഒരുപാട് NGOകൾ, NGO എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടനകൾ, ആ NGOകൾ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു എൻഹാൻസ് വിമൻസ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ എഫേർട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ ഓർഡർ ടു എൻകറേജ് ദ ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസ് ലൈക്ക് ദ സിറ്റിസൺസ് ഫൗണ്ടേഷൻ, ചില സംഘടനകളുണ്ട്. ഉദാഹരണം, ദ സിറ്റിസൺസ് ഫൗണ്ടേഷൻ ഒരു സംഘടനയാണ്. ആൻഡ് ദ മലാല ഫണ്ട്, ഇവരൊക്കെ ഹാവ് ബിൽറ്റ് സ്കൂൾസ്, അവരൊരുപാട് സ്കൂളുകൾ പണിതിട്ടുണ്ട്. ഗിവൻ സ്കോളർഷിപ്സ്, ഒരുപാട് സ്കോളർഷിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് പുഷ്ഡ് ഫോർ ലെജിസ്ലേറ്റീവ് ചേഞ്ചസ്, ആവശ്യമായ നിയമപരമായ മാറ്റങ്ങൾ വരുത്തണം എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗേൾസ് എഡ്യൂക്കേഷൻ ഇൻ പാകിസ്ഥാൻ ആൻഡ് അറൗണ്ട് ദ വേൾഡ്, ലോകത്തിൽ തന്നെയും പാകിസ്ഥാനിൽ പ്രത്യേകിച്ചും ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് ഹാസ് ബീൻ ബ്രോട്ട് ടു ലൈറ്റ് ബൈ മലാല യൂസുഫ്സായി. അത് എപ്പോഴാണ് വെളിച്ചത്തേക്ക് വന്നത്? മലാല യൂസുഫ്സായോടുകൂടെയാണ്. എ പാകിസ്ഥാനി ക്രുസൈഡർ ഫോർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, പാകിസ്ഥാനി പെൺകുട്ടിയാണ് മലാല യൂസുഫ്സായി. മലാല യൂസുഫ്സായിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാനിലും ലോകത്തിലുടനീളമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു വലിയ സംഗതിയെ വെളിച്ചത്ത് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം മലാല യൂസുഫ്സായിയാണ്. മലാലാസ് അഡ്വക്കസി വർക്ക് ഹാസ് റൈസ്ഡ് അവയർനെസ് ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഗേൾസ് ഫേസ്. മലാല യൂസുഫ്സായി പിന്നെ ഈ ഒരു വിഷയം എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ലോകം പെൺകുട്ടികൾ എത്രത്തോളം ഡിഫിക്കൽട്ടീസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആൻഡ് സ്പാർക്ഡ് സപ്പോർട്ട് ഫോർ ദ റൈറ്റ് ടു അൻ എഡ്യൂക്കേഷൻ. അതോടുകൂടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു വലിയ ഒരു പരിശ്രമം ഗവൺമെന്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ തുടങ്ങി. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മലാല യൂസുഫ്സായിയുടെ ഓട്ടോബയോഗ്രഫി ഉണ്ട്. മലാല യൂസുഫ്സായിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് അയാം മലാല എന്നതാണ്. അയാം മലാല, ഇതാണ് മലാല യൂസുഫ്സായിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര്, അയാം മലാല. അതിലെ ഒരു അധ്യായമാണ് എ ഡോട്ടർ ഈസ് ബോൺ. എ ഡോട്ടർ ഈസ് ബോൺ, ഒരു പുത്രി ജനിക്കുന്നു എന്നുള്ളത്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു വോണ്ട് ജസ്റ്റ് ബി റീഡിങ് എ ബയോഗ്രഫി. നിങ്ങൾ വെറുതെ ഒരു ബയോഗ്രഫി, ഒരു ജീവചരിത്രം ഇവിടെ വായിക്കുകയല്ല ചെയ്യുന്നത്. ഈ പുസ്തകം വായിക്കുന്നതോടുകൂടെ എഡ്യൂക്കേഷന്റെ ട്രാൻസ്ഫോർമേഷണൽ പവർ, എഡ്യൂക്കേഷന് മാറ്റം വരുത്താൻ കഴിയുന്ന പവർ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന്റെ ജീവിതത്തിന് എഡ്യൂക്കേഷൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വെറുതെ ഒരു ബയോഗ്രഫി വായിക്കുകയല്ല, അതിൽ നിന്ന് നമുക്കൊരു വലിയ ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം എന്നതാണ് നമുക്ക് ഈ പാഠം പഠിക്കുന്നതിലൂടെ മനസ്സിലാവേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു, ഇന്ത്യയിലെ കാര്യത്തെ പറ്റി പറഞ്ഞു, പാകിസ്ഥാനിലെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് മലാല യൂസുഫ്സായിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഓക്കെ,
നമുക്ക് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഡിസ്കഷൻ നടത്താം. മലാല യൂസഫ്സായിയെ നമ്മളെല്ലാവരും പരിചയമുള്ള ഒരാളാണ്. നമുക്ക് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ മലാല യൂസഫ്സായിയെ കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ദ യങ്ങസ്റ്റ് നൊബൽ പ്രൈസ് വിന്നർ ഈസ് മലാല യൂസഫ്സായി. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. മലാല യൂസഫ്സായി ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 114 വർഷത്തോളമായിട്ട് നൊബൽ പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നൊബൽ പ്രൈസ് വിന്നറാണ് മലാല യൂസഫ്സായി. മലാല യൂസഫ്സായി വാസ് ബോൺ ഇൻ പാകിസ്ഥാനി ടൗൺ ഓഫ് മിങ്കോറ. പാകിസ്ഥാനിലെ ടൗൺ ആയിട്ടുള്ള മിങ്കോറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മലാല യൂസഫ്സായി ജനിക്കുന്നത്. ആർക്ക്? ടു സിയാവുദ്ദീൻ യൂസഫ്സായി ആൻഡ് ഹിസ് റിനൗണ്ട് യെറ്റ് വെൽ ടു ഡു മുസ്ലിം ഫാമിലി. സിയാവുദ്ദീൻ യൂസഫ്സായിയുടെ മകളായിട്ടാണ് മലാല യൂസഫ്സായി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിനൗണ്ട് വളരെ പ്രസിദ്ധമായ യെറ്റ് വെൽ ടു ഡു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസയൊക്കെയുള്ള മുസ്ലിം ഫാമിലിയിലാണ് അവൾ ജനിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, ദാരിദ്ര്യം എന്ന് പറയാൻ മാത്രമൊന്നുമില്ലാത്ത അത്യാവശ്യം വെൽ ടു ഡു മുസ്ലിം ഫാമിലി. ആ പ്രയോഗം നോക്കിക്കോളൂ. യെറ്റ് വെൽ ടു ഡു മുസ്ലിം ഫാമിലി, അത്യാവശ്യം ക്യാഷും അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ഒരു മുസ്ലിം പ്രസിദ്ധമായ റിനൗണ്ട് എന്ന് പറഞ്ഞാൽ ഫേമസ് എന്നർത്ഥം, വളരെ പ്രസിദ്ധമായ ഒരു മുസ്ലിം ഫാമിലിയിലാണ് ജനിക്കുന്നത്. പിതാവിന്റെ പേര് സിയാവുദ്ദീൻ യൂസഫ്സായി എന്നതാണ്. ഇനി her father inspired Malala to study literature and rhetoric. അവളുടെ അച്ഛൻ, അവളുടെ പിതാവ് അവളെ ഇൻസ്പയർ ചെയ്തു. മലാലയെ ഇൻസ്പയർ ചെയ്തു. ടു സ്റ്റഡി ലിറ്ററേച്ചർ, സാഹിത്യം പഠിക്കാൻ പറഞ്ഞു. ആൻഡ് റെറ്ററിക്, അതുപോലെ നന്നായിട്ട് പബ്ലിക് സ്പീക്കിംഗ്, നന്നായിട്ട് ഉരുളക്കുപ്പേര് കൊടുക്കുന്ന മറുപടികൾ പറയുക, അതുപോലെ വിമർശന സാഹിത്യം പഠിക്കുക, ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു. ആസ് ഷീ ഗ്രൂ അപ്പ്, അവൾ വളർന്നു വലുതായപ്പോൾ അവളോട് പിതാവ് പറഞ്ഞത് സ്റ്റഡി ലിറ്ററേച്ചർ, സാഹിത്യം പഠിക്കൂ എന്നുള്ളതാണ്. ആൻഡ് ടു സ്പീക്ക് ഹെർ മൈൻഡ്, മാത്രമല്ല സാഹിത്യം പഠിക്കുക എന്ന് മാത്രമല്ല, തൻ്റെ മനസ്സിനോട്, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ സംസാരിക്കൂ എന്നും അവളുടെ പിതാവ് അവളോട് പറഞ്ഞു. സിയാവുദ്ദീൻ യൂസഫ്സായി നല്ല ഒരു ലിറ്റററി മാനാണ്. കവിതകൾ എഴുതുന്ന, കഥകൾ എഴുതുന്ന നല്ല ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു. മലാല ഫസ്റ്റ് ബിക്കെയിം അവെയർ ഓഫ് സബോർഡിനേറ്റ് പൊസിഷൻ ഓഫ് വിമൺ ഇൻ ഹെർ കമ്മ്യൂണിറ്റി. മലാല ഫസ്റ്റ് ബിക്കെയിം അവെയർ ഓഫ്, മലാല ആദ്യം തന്നെ മലാലക്ക് മനസ്സിലായി. അവെയർ ഓഫ് എന്ന് പറഞ്ഞാൽ ജാഗ്രതയുള്ളവളായി മാറിയവൾ. ഓഫ് ദ സബോർഡിനേറ്റ് പൊസിഷൻ ഓഫ് വിമൺ, സ്ത്രീകളുടെ ഒരു സബോർഡിനേറ്റ് പൊസിഷൻ, താഴേക്കിടയിലുള്ള ഒരു സ്ഥാനത്തെ പറ്റി അവൾക്ക് നല്ല ബോധ്യം വന്നു. ഇൻ ഹെർ കമ്മ്യൂണിറ്റി വെൻ ഷി വാസ് ജസ്റ്റ് എ യങ് ചൈൽഡ്, അവളൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളുടെ കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സബോർഡിനേറ്റ് പൊസിഷനെ പറ്റി നല്ല വിവരം അവൾക്ക് വെച്ചു. നല്ല വിവരം അവൾക്കുണ്ടായിരുന്നു. സബോർഡിനേറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഒരു സ്ഥാനം. പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു താഴ്ന്ന സ്ഥാനമാണ് തങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായി നടത്തും. She was particularly aware of disparity between her mother, Torpekai, who had no formal schooling, and her father, who had received extensive education in poetry, oratory, and writing. She was particularly aware of, അവൾക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. aware of, ജാഗ്രതയുള്ളവളായിരുന്നു. അവൾക്ക് അറിയാമായിരുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യാമായിരുന്നു. The disparity means difference, വ്യത്യാസം. എന്തിനെ പറ്റി അവൾക്ക് ധാരണ ഉണ്ടായിരുന്നു? ഡിസ്പാരിറ്റി മീൻസ് ഡിഫറൻസ്, വ്യത്യാസത്തെ പറ്റി അവൾക്ക് ധാരണ ഉണ്ടായിരുന്നു. എന്തിൻ്റെ ഇടയിൽ? ബിറ്റ്വീൻ ഹെർ മദർ, അവളുടെ അമ്മയുടെയും ടോർപെക്കായി, അമ്മയുടെ പേര് ടോർപെക്കായി. ഈ അമ്മയുടെ പ്രത്യേകത എന്താ? ഹു ഹാഡ് നോ ഫോർമൽ സ്കൂളിംഗ്, അവള് ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല. ടോർപെക്കായി, ഹു ഹാഡ് നോ ഫോർമൽ സ്കൂളിംഗ്. ഫോർമൽ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുക, വിദ്യാഭ്യാസം നേടുക, അതുണ്ടായിട്ടില്ല. വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ചിലർ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മക്ക് ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസം ഇല്ല. ആൻഡ് ഹെർ ഫാദർ, അവളുടെ പിതാവിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താ? പിതാവിന്റെ പ്രത്യേകത എന്താ? ഹു ഹാഡ് റിസീവ്ഡ് എക്സ്റ്റെൻസീവ് എഡ്യൂക്കേഷൻ, അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇൻ പോയട്രി, കവിതയിൽ, ഒറൈറ്ററി, പ്രസംഗത്തിൽ, ആൻഡ് റൈറ്റിംഗ്, എഴുത്തിൽ. അപ്പൊ പിതാവ് നല്ലവണ്ണം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. എഴുതാനറിയാം, കവിത എഴുതാനറിയാം, പ്രസംഗിക്കാനറിയാം, ഒക്കെ ഉള്ള ഒരാളായിരുന്നു. മാതാവാണെങ്കിൽ ഷി ഹാസ് നോ ഫോർമൽ സ്കൂളിംഗ്, അവൾക്ക് ഔപചാരിക വിദ്യാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല. സോ ഈ ഒരു വ്യത്യാസത്തെ പറ്റി അവളുടെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ മലാല യൂസഫ്സായിക്ക് നല്ലവണ്ണം ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു പെൺകുട്ടിയുടെ സബോർഡിനേറ്റ് പൊസിഷനെ പറ്റി ധാരണയുണ്ട്. തൻ്റെ ഫാമിലിയിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഇടയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസത്തെ പറ്റി, ഡിസ്പാരിറ്റിയെ പറ്റി, ഡിഫറൻസിനെ പറ്റി നല്ല ധാരണ മലാല യൂസഫ്സായിക്ക് ഉണ്ടായി.
താങ്ക്സ് ടു കണക്ഷൻസ് ഹർ ഫാദർ ഹാഡ് മെയ്ഡ്. അതുകൊണ്ട് തന്നെ പിതാവ് ഉണ്ടാക്കിയ ആ കണക്ഷൻസുകൾക്ക് അവൾ നന്ദി പറയണം. മലാല സ്റ്റാർട്ടഡ് ബ്ലോഗിങ്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പിതാവിന് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നല്ലോ, വലിയ വലിയ സ്ഥാനത്തുള്ള ഒരാളാണ്. അപ്പൊ മലാല സ്റ്റാർട്ടഡ് ബ്ലോഗിങ് ഫോർ ദ BBC അറ്റ് ദ ഏജ് ഓഫ് 11. 11ാമത്തെ വയസ്സിൽ BBC വേണ്ടി മലാല ബ്ലോഗിങ് പറയാൻ തുടങ്ങി. അന്ന് ബ്ലോഗാണ്, ഒരുപാട് കാലം മുമ്പാണ്. ഇന്നിപ്പോൾ ബ്ലോഗ് ഒന്നുമല്ലല്ലോ, ഇന്നിപ്പോൾ പിന്നെ ഫേസ്ബുക്ക് വീഡിയോ, മറ്റേ യൂട്യൂബ് വീഡിയോ അങ്ങനെയൊക്കെയാണ്. അന്നതില്ല. ഇപ്പൊ BBC വേണ്ടി മലാല ബ്ലോഗ് എഴുതാൻ തുടങ്ങി അന്ന്. എത്രാമത്തെ വയസ്സിലാണ്? അറ്റ് ദി ഏജ് ഓഫ് 11, 11ാമത്തെ വയസ്സിൽ. ഷി അഡീഷണലി അപ്പിയർഡ് ഇൻ എ ന്യൂയോർക്ക് ടൈംസ് പ്രോഗ്രാം അബൌട്ട് താലിബാൻ ഇറ പാകിസ്ഥാൻ. മാത്രമല്ല വേറൊരു പ്രോഗ്രാമിൽ കൂടി അവിടെ വന്നു, ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു പ്രോഗ്രാമിൽ. അതിൽ അവൾ പറയുന്ന എന്തിനെ പറ്റിയാണ്? താലിബാൻ ഇറ പാകിസ്ഥാൻ, താലിബാൻ ഭരിച്ച കാലഘട്ടത്തിലെ പാകിസ്ഥാനെ പറ്റിയാണ് അവൾ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോഗ്രാമും കൂടി അവൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് മൂലം കിട്ടിയതാണ് അവൾക്ക്? വിത്ത് ദി കണക്ഷൻ ഓഫ് ഹെർ ഫാദർ, അല്ലെ? അവളുടെ അച്ഛന്റെ കണക്ഷൻ കാരണമായിട്ടാണ് അവൾക്ക് ഇതൊക്കെ കിട്ടിയത്. മലാലാസ് ഇൻവോൾവ്മെന്റ് ഇൻ ദ മീഡിയ ഇൻക്രീസ്ഡ്. മലാലയുടെ ഈ ഒരു ഇൻവോൾവ്മെന്റ്, മീഡിയയിലുണ്ടായിരുന്ന അവളുടെ ഈ ഇൻവോൾവ്മെന്റ് ഇൻക്രീസ്ഡ്. അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആഫ്റ്റർ ദീസ് 2 ഇനീഷ്യേറ്റീവ്സ് ഡെസ്പൈറ്റ് ഹെർ യൂത്ത്. അവൾ യൂത്തിലേക്ക് എത്തിയപ്പോൾ, യൂത്ത് ആണെങ്കിൽ പോലും അതിനൊരുപാട് പിന്നെ ഒരു സ്വീകാര്യത ലഭിച്ചു അവളുടെ 2 പ്രോഗ്രാമുകൾക്ക്. ഇൻ ഇന്റർവ്യൂസ്, സ്വാഭാവികമായിട്ട് അവൾ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഷി വോയിസ്ഡ് ഹെർ ക്രിറ്റിസിസം ഓഫ് ദ താലിബാൻ. അവൾ താലിബാനെ നന്നായിട്ട് വിമർശിച്ചു. ഷി വോയിസ്ഡ് ഹെർ ക്രിറ്റിസിസം ഓഫ് ദ താലിബാൻ, എ വയലന്റ് റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്. താലിബാൻ എന്ന് പറയുന്നത് എ വയലന്റ് ആയിട്ടുള്ള അക്രമകാരികളായ റിലീജിയസ്, മതപരമായ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്, ഒരു തീവ്രവാദ ഗ്രൂപ്പായിരുന്നു താലിബാൻ എന്ന് പറയുന്നത്. ഇപ്പോഴും താലിബാൻ ഉണ്ട്. ദാറ്റ് ഹാസ് ഗ്രോൺ ഇൻ ഇൻഫ്ലുവൻസ് ഇൻ ഹെർ നേഷൻ. തൻ്റെ രാജ്യത്ത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് താലിബാൻ. പലപ്പോഴും മലാല യൂസഫ്സായി താലിബാനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. താലിബാൻ ഇറ പാകിസ്ഥാൻ വളരെ മോശമാണ് എന്ന് മലാല യൂസഫ്സായി പറഞ്ഞുകൊണ്ടിരുന്നു. മലാല യൂസഫ്സായി നിരവധി ഇന്റർവ്യൂകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. BBC വർക്ക് ചെയ്തു, ന്യൂയോർക്ക് ടൈംസ് പ്രോഗ്രാംസിൽ വർക്ക് ചെയ്തു. അപ്പൊ മലാല യൂസഫ്സായി ശരിക്കും പറഞ്ഞ ലൈം ലൈറ്റിലേക്ക് വന്നു അവരുടെ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ. മലാല സഫേർഡ് എ ഗൺ ഷോട്ട് ഇഞ്ചുറി ഫ്രം എ താലിബാൻസ് സോൾജിയർ ഇൻ ഓട്ടം 2012. 2012 ഒരു ഓട്ടം ശരത് കാലത്ത് താലിബാൻ പട്ടാളക്കാരനായിരിക്കുന്ന ഒരാൾ മലാലയെ ഗൺ ഷോട്ട് ചെയ്തു, വെടിവെച്ചു. ആ സംഭവം ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. 2012 സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലാല യൂസഫ്സായിനെ ഒരു കൂട്ടം താലിബാന്റെ പട്ടാളക്കാർ വന്ന് സ്കൂൾ ബസ്സിൽ കയറുകയും മലാല യൂസഫ്സായിയെ വെടിവെക്കുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. ഷി റിസീവ്ഡ് ട്രീറ്റ്മെന്റ് ഇൻ മിലിറ്ററി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ പട്ടാള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുകൾ അവർക്ക് ആദ്യം ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. ബിഫോർ ബീയിങ് ട്രാൻസ്ഫേർഡ്, അവളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എവിടേക്ക്? ടു ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്സ് വേൾഡ് ക്ലാസ് ഹോസ്പിറ്റൽ. ഇംഗ്ലണ്ടിലെ വേൾഡ് ക്ലാസ് ഹോസ്പിറ്റലായിട്ടുള്ള, ഇംഗ്ലണ്ടിലെ ലോക നിലവാരത്തിലെ ഹോസ്പിറ്റലായിട്ടുള്ള ബർമിംഗ്ഹാമിലേക്ക് അവളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അവൾക്ക് ചികിത്സ കിട്ടിയത് എവിടെ നിന്നാണ്? പാകിസ്ഥാന്റെ മിലിറ്ററി ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നാണ്. അങ്ങനെ ഈ ബർമിംഗ്ഹാമിലേക്ക് അവളെ കൊണ്ടുപോകാനുള്ള കാരണം ആസ് എ റിസൾട്ട് ഓഫ് ഹർ വൈഡ് സ്പ്രെഡ് ഫെയിം, അവളുടെ ഫേമസ് കാരണമായിട്ടാണ്. കാരണം അത്രയും വിലപിടിപ്പുള്ള ഒരാൾ, അത്രയും വാല്യൂ ഉള്ള ഒരാൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ, BBC വർക്ക് ചെയ്യുന്നു, ന്യൂയോർക്ക് ടൈംസ് പ്രോഗ്രാംസ് ഇന്റർവ്യൂ കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരാൾ എന്ന നിലക്ക് അവർ വളരെ ഫെയിമാണ്. സോ അവർ മിലിറ്ററി ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് ഇംഗ്ലണ്ടിലെ വേൾഡ് ക്ലാസ് ഹോസ്പിറ്റലിൽ ഒന്നായിട്ടുള്ള ബർമിംഗ്ഹാമിലേക്ക് അവരെ കൊണ്ടുപോയി. മലാല റിക്കവേർഡ് ഫുള്ളി ഫ്രം ഹെർ ഗൺ ഷോട്ട് വൂൺസ്. ആ ഒരു മുറിവുകളിൽ നിന്ന് അവൾ കംപ്ലീറ്റ് റിക്കവർ ചെയ്തു. ആൻഡ് കെപ്റ്റ് അപ്പ് ഹെർ വിഗറസ് അഡ്വക്കസി ഫോർ ഫീമെയിൽ എംപവർമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പെൺകുട്ടികളുടെ എംപവർമെന്റിന് വേണ്ടി അവൾ ഭയങ്കരമായിട്ട് വാദിക്കാൻ തുടങ്ങി. അവള്
പൂർണ്ണമായിട്ടും അവളെ ആരോഗ്യാവസ്ഥ, അവളെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അവള് ഔട്ട് ഓഫ് കോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നു. അതറിയാം, കംപ്ലീറ്റ് ഔട്ട്. ഒരു 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബർമിംഗ്ഹാമിൽ ഹോസ്പിറ്റലിൽ വെച്ച് അവള് ബോധത്തിലേക്ക് വരുന്നത് എന്ന് മാത്രം. 3-4 മാസം കഴിഞ്ഞിട്ടാണ് അവൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നടക്കാൻ പോലും ആകുന്നത്, എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഷി വാസ് അവാർഡ് ദ നൊബേൽ പീസ് പ്രൈസ് ഇൻ 2014. 2014 അവർക്ക് നൊബേൽ പീസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കൊടുത്തു. ബിക്കമിങ് ദ യങ്ങസ്റ്റ് വിന്നർ ഇൻ ദ അവാർഡ്സ് 114 years ട്രഡീഷൻ. 114 വർഷത്തിന്റെ ചരിത്രത്തിൽ ദ യങ്ങസ്റ്റ് വിന്നർ ഓഫ് ദ അവാർഡ്, ദാറ്റ് വാസ് മലാല യൂസഫ്സായി. നൊബേൽ പ്രൈസിന്റെ യങ്ങസ്റ്റ് വിന്നർ ആയിരുന്നവർ അതായിരുന്നു മലാല യൂസഫ്സായി എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, സോ അപ്പോൾ മലാല യൂസഫ്സായിയെ പറ്റിയുള്ള ചെറിയൊരു വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. ഐ ആം മലാല, അതാണ് പുസ്തകത്തിന്റെ പേര്. ഐ ആം മലാല മേക്സ് ന്യൂമറസ് ഹിസ്റ്റോറിക്കൽ അല്യൂഷൻസ്. അതിൽ ഒരുപാട് ചരിത്രപരമായ വിവരണങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കൽ അല്യൂഷൻസ്, ചരിത്രപരമായ വിവരണങ്ങൾ അതിലുണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് അക്കൗണ്ട് ഓഫ് പാകിസ്ഥാൻസ് ഫൗണ്ടേഷൻ ഇൻ 1947. എവിടെ നിന്ന് തുടങ്ങും? 1947 പാകിസ്ഥാൻ രൂപീകരിക്കുന്നത് മുതൽ ഉള്ള ചരിത്രം ഈ ഐ ആം മലാല എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. The British Empire, which at the time ruled over the region, that eventually evolved into India and Pakistan, was opposed by famous Indian statesman Mahatma Gandhi throughout the 1920s and 1930s. അവളുടെ ചരിത്രമുള്ള പറയാം. The British Empire, ബ്രിട്ടീഷ് സാമ്രാജ്യം, which at the time, ആ സമയത്ത് ruled over the region, ആ പ്രദേശത്തെ ഭരിച്ചിട്ടുണ്ടായിരുന്ന. റൂൾ ഓവർ എന്ന് പറഞ്ഞ ഭരിക്കുക എന്നർത്ഥം. റൂൾ ഓവർ, ഭരിക്കുക. റൂൾഡ് ഓവർ ദ റീജിയൻ, ആ പ്രദേശത്തെ ഭരിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം. ദാറ്റ് ഇവൻച്വലി ഇവോൾവ്ഡ് ഇൻ ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏതൊക്കെ ഉൾപ്പെടും? ഇവോൾവ്ഡ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഒരു വലിയ രാജ്യത്തെ ഭരിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം. വാസ് അപ്പോസ്ഡ് ബൈ, ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിർത്തു ആര്? ഫേമസ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്മാൻ മഹാത്മാഗാന്ധി. ലോകപ്രസിദ്ധനായിട്ടുള്ള മഹാത്മാഗാന്ധി അവരെ എതിർത്തു. ഏത് കാലഘട്ടം മുതൽ? ത്രൂ ഔട്ട് 1920s and 1930s. 1920-കളിലും 1930-കളിലും ഒക്കെ മഹാത്മാഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ചു. ആ ചരിത്രം അതിൽ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. ഗാന്ധി സ്പിയർഹെഡഡ് ദിസ് നോൺ വയലന്റ് സ്ട്രഗിൾ. ഗാന്ധി ഇത് മുന്നോട്ട് വെച്ചത് നോൺ വയലന്റ് സ്ട്രഗിൾ എന്നതാണ്. ആഫ്റ്റർ ദി കൺക്ലൂഷൻ ഓഫ് ദ വേൾഡ് വാർ. ഓക്കെ, അപ്പോൾ അത് ഈ ചരിത്രമൊക്കെ നമുക്കറിയാം. ഗാന്ധി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയത്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആഫ്റ്റർ ദി കൺക്ലൂഷൻ ഓഫ് ദ വേൾഡ് വാർ സെക്കൻഡ്, രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം, ആഫ്റ്റർ ദി കൺക്ലൂഷൻ ഓഫ് വേൾഡ് വാർ സെക്കൻഡ്, രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം എന്നായിരുന്നു? 1945. 39 മുതൽ 45 വരെയാണ് രണ്ടാം ലോകമഹായുദ്ധം. 45-ൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ബ്രിട്ടീഷ് എംപയർ ഗേവ് അപ്പ് കൺട്രോൾ ഓഫ് ഇറ്റ്സ് ഇംപീരിയൽ പൊസഷൻസ് ഇൻ ഏഷ്യ ഇൻ 1940s. 1940-കളിൽ ഏഷ്യയിലുണ്ടായിരുന്ന സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിട്ട് അവരെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നർത്ഥം. ഈ ഒരു ചരിത്രം ഐ ആം മലാല എന്ന് പറയുന്ന പുസ്തകത്തിൽ മലാല യൂസഫ്സായി ചെറുതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇവൻച്വലി സ്പ്ലിറ്റ് ഇൻടു 2 ഇൻഡിപെൻഡന്റ് നേഷൻസ്. ഇന്ത്യയും പാകിസ്ഥാനും 2 പ്രധാനപ്പെട്ട സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് മാറി. വിത്ത് പാകിസ്ഥാൻ ഹൗസിംഗ് എ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് മുസ്ലിംസ്. പാകിസ്ഥാനിൽ കൂടുതലും ആരാ വന്നത്? മുസ്ലിംസ് ആണ്. ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് മുസ്ലിംസ്. ആൻഡ് ഇന്ത്യ ഹൗസിംഗ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് ഹിന്ദുസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്നത് ആരാണ്? ഹിന്ദുക്കളാണ്. ഡെസ്പൈറ്റ് ഗാന്ധിസ് പ്രൊപ്പോസൽ ഫോർ എ വൺ സ്റ്റേറ്റ് ആൾട്ടർനേറ്റീവ് ടു ബ്രിട്ടീഷ് റൂൾ. ഗാന്ധി മുന്നോട്ട് വെച്ചത് ഒറ്റ സ്റ്റേറ്റ് എന്നുള്ളതാണ്. എന്നാൽ പോലും ഇന്ത്യ 2 സ്റ്റേറ്റ് ആയിട്ട് മാറി, 2 രാജ്യമായിട്ട് മാറി. ഇന്ത്യയും പാകിസ്ഥാനും. പാകിസ്ഥാനിൽ കൂടുതൽ മുസ്ലിങ്ങളായി, ഇന്ത്യയിൽ കൂടുതൽ ഹിന്ദുക്കളായി. ദ നേഷൻ അലീജ്ഡ് ഗോൾഡൻ ഏജ് in the 1950s and 1960s saw great economic growth in Pakistan. 1950-കൾ മുതൽ 60-കൾ വരെയുള്ള കാലഘട്ടം
പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിന് ഗോൾഡൻ ഏജ് എന്ന് പറയാ, സുവർണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തികമായ വികാസം ഉണ്ടായിരുന്നു. ഇന്ത്യയെക്കാളും അധികം സാമ്പത്തികമായി വികസിച്ചത് പാകിസ്ഥാനാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കർഷക പ്രദേശം പാകിസ്ഥാനിലാണ്. ഏറ്റവും കൂടുതൽ തുണിമിൽ വ്യവസായങ്ങൾ പാകിസ്ഥാനിലായിരുന്നു. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയെക്കാളും ഒരുപാട് താഴ്വാരങ്ങൾ നിറഞ്ഞ, കൃഷിസ്ഥലങ്ങൾ നിറഞ്ഞ, ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യം, ഒരു സ്ഥലം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 1950 മുതൽ 60 വരെ പാകിസ്ഥാൻ വലിയ എക്കണോമിക് ഗ്രോത്ത്, വലിയ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നേടുകയുണ്ടായി. When Pakistan fell under the rule of General Zia, അങ്ങനെ പാകിസ്ഥാൻ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ ശേഷം പിന്നീട് പാകിസ്ഥാന്റെ ഭരണം ജനറൽ സിയായുടെ കീഴിലെത്തിയപ്പോൾ, ജനറൽ സിയ എന്ന് പറഞ്ഞ പട്ടാളക്കാരനാണ്. സിയ എന്ന് പറഞ്ഞാൽ എ ബ്രൂട്ടൽ ഡിക്റ്റേറ്റർ, അയാൾ ഭയങ്കര സ്വേച്ഛാധിപതിയായിരുന്നു, ക്രൂരനായ സ്വേച്ഛാധിപതി. ബ്രൂട്ടൽ എന്ന് പറഞ്ഞ ക്രൂരനായ, ഡിക്റ്റേറ്റർ സ്വേച്ഛാധിപതി. എ ബ്രൂട്ടൽ ഡിക്റ്റേറ്റർ, ക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. ഹു കമാൻഡഡ് എ ജനറൽ റാഡിക്കലൈസേഷൻ ഓഫ് ദ പാകിസ്ഥാനി പോപ്പുലേസ്, പാകിസ്ഥാനി ജനസമൂഹത്തിന്റെ ഒരു ജനറൽ റാഡിക്കലൈസേഷനെ, ഒരു പൊതു തീവ്രവാദ വിഭാഗത്തെ കമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന, നേതാവായിട്ടുണ്ടായിരുന്ന സിയ എന്ന് പറയുന്ന ബ്രൂട്ടൽ ഡിക്റ്റേറ്റർ അദ്ദേഹം അധികാരമേറ്റെടുത്തപ്പോ ദിസ് എക്സ്പ്ലോസീവ് ഗ്രോത്ത് അൺഎക്സ്പെക്ടഡ്ലി കെയിം ടു ഹാൾട്ട് ഇൻ 1980s. 1980-കളില് പാകിസ്ഥാൻ വല്ലാതെ താവാൻ തുടങ്ങി. കെയിം ടു ഹാൾട്ട്, അതപ്പതിക്കാൻ തുടങ്ങി. അപ്പോൾ അത് പല രംഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലായിരുന്നു ഇപ്പോൾ ഈ ക്രിക്കറ്റ് ബോർഡ് തന്നെ എടുക്കാം. പാകിസ്ഥാൻ നല്ല കളിക്കാരുണ്ടായിരുന്നത്, അവിടുത്തെ ഏറ്റവും മികച്ച സംരംഭങ്ങൾ, ഏറ്റവും മികച്ച അക്കാദമികൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും ദരിദ്രരായിരുന്നു. പാകിസ്ഥാൻ എക്കണോമിക് ഗ്രോത്ത് നേടിയ പക്ഷെ സിയ ഭരിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ അതൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. സിയ സ്കിൽഫുള്ളി ഫോർജഡ് എ പാർട്ട്ണർഷിപ്പ് വിത്ത് അമേരിക്ക. സിയ അമേരിക്കയുമായി ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ തുടങ്ങി. അത് അമേരിക്കയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അതുവരെ പാകിസ്ഥാനും ഇന്ത്യയും സോവിയറ്റ് യൂണിയന്റെ, റഷ്യയുമായിട്ട് നല്ല ചങ്ങാത്തമുള്ള ഒരു രാജ്യങ്ങളായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ സിയ വന്നതിന് ശേഷം സിയ എന്ത് ചെയ്തു? എ പാർട്ട്ണർഷിപ്പ് വിത്ത് അമേരിക്ക ബൈ പ്ലെഡ്ജിങ്, എന്ത് പറഞ്ഞുകൊണ്ട്? ബൈ പ്ലെഡ്ജിങ് ടു സപ്പോർട്ട് ഇറ്റ് ഇൻ ഇറ്റ്സ് വാർസ് അഗെയിൻസ്റ്റ് ദ സോവിയറ്റ് യൂണിയൻ. പാകിസ്ഥാനിലെ ചില ട്രൈബൽസുകള് സോവിയറ്റ് യൂണിയനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. അപ്പൊ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള യുദ്ധത്തിൽ സഹായിക്കാൻ അമേരിക്കയെ ക്ഷണിച്ചു. അമേരിക്ക അവിടേക്ക് വന്നു. അമേരിക്കയുമായിട്ട് കൂട്ടുകൂടാൻ തുടങ്ങി പാകിസ്ഥാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആസ് എ റെസ്പോൺസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റാർട്ടഡ് പ്രൊവൈഡിങ് പാകിസ്ഥാൻ. അതോടുകൂടി അമേരിക്ക സ്റ്റാർട്ടഡ് പ്രൊവൈഡിങ് പാകിസ്ഥാന് കൊടുക്കാൻ തുടങ്ങി വിത്ത് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഫോറിൻ എയ്ഡ്, വലിയ വിദേശ സഹായം. എയ്ഡ് ഓഫ് ഫോറിൻ എയ്ഡ്, വിദേശ സഹായം കൊടുക്കാൻ തുടങ്ങി. ആൻഡ് മിലിറ്ററി ട്രെയിനിങ്, മാത്രമല്ല വിദേശ സഹായം മാത്രമല്ല, മിലിറ്ററി ട്രെയിനിങ്ങും കൊടുക്കാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിനിടയിൽ ഒസാമ ബിൻ ലാദൻ വിസിറ്റഡ് പാകിസ്ഥാൻ ഡ്യൂറിങ് സിയാസ് റൂൾ. സിയായുടെ ഈ ഭരണ കാലഘട്ടത്തിനിടയിൽ ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാൻ സന്ദർശിച്ചു. ടു അസിസ്റ്റ് ഇൻ കൺട്രീസ് സ്ട്രഗിൾ വിത്ത് ദ സോവിയറ്റ് യൂണിയൻ ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനില് സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തില് അവിടെയുള്ള ട്രൈബൽസുകളെ, അവിടെയുള്ള ഗോത്ര വിഭാഗത്തെ സഹായിക്കാൻ വേണ്ടി ഉസാമ ബിൻ ലാദൻ വന്നു. ഈ ഉസാമ ബിൻ ലാദൻ സിയായുടെ ഭരണ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തു. അപ്പോ തീവ്രവാദത്തെ വളർത്തിയവരിൽ വളരെ പ്രധാനപ്പെട്ട കണ്ണി ശരിക്കും ആരാണ്? അമേരിക്കയാണ്. അത് ലോകത്ത് അറിയപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് അമേരിക്കയോട് ഇത്രത്തോളം വിരോധം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സിയായുടെ ഭരണകാലഘട്ടത്തിൽ പാകിസ്ഥാന് സംഭവിച്ചത് എന്താന്ന് പറയാം. അത് കഴിഞ്ഞ് ജനറൽ പർവേസ് മുഷറഫ് ടുക്ക് ഓഫീസ് ആസ് എ പാകിസ്ഥാൻസ് ന്യൂ ലീഡർ ഇൻ 2001. 2001 ജനറൽ പർവേസ് മുഷറഫ് വന്നു. ഈ മുഷറഫും ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണ്. അയാളും അവിടെ ഉണ്ടായിരുന്ന, നിലവിലുണ്ടായിരുന്ന സിയ ഭരണകൂടത്തെ അടിച്ചമർത്തിക്കൊണ്ടാണ് ജനറൽ പർവേസ് മുഷറഫ് വരുന്നത്. അറ്റ് ദ ഔട്ട്സെറ്റ് ഓഫ് അമേരിക്കൻ ലെഡ് വാർ ഓൺ ടെറർ. ആ സമയത്താണ് അമേരിക്ക വാർ ഓൺ ടെറർ പ്രഖ്യാപിക്കുന്നത്. വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞാൽ ഭീകരതക്കെതിരെയുള്ള യുദ്ധം. അതായത് 2001 സെപ്റ്റംബർ 2001 9, 11 തീയതികളിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നു.
ആക്രമിച്ചത് അൽ ഖ്വയ്ദയാണ് എന്ന് പറയുന്നു. ഉസാമ ബിൻ ലാദനാണ് അതിന്റെ നേതാവ്. സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം തന്നെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിന്റെ പേരാണ് വാർ ഓൺ ടെറർ, ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം അമേരിക്ക നയിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് 2001 പാകിസ്ഥാനിൽ പുതിയ ലീഡർ വരുന്നത്. അതാരാണ്? ജനറൽ പർവേസ് മുഷറഫ്. സ്വാഭാവികമായിട്ട് മുഷറഫ് പ്ലെഡ്ജ് ടു സപ്പോർട്ട് ദ US ഇൻ ഇറ്റ്സ് വാർ അഗെയിൻസ്റ്റ് ടെററിസ്റ്റ് ലൈക്ക് ഉസാമ ബിൻ ലാദൻ. ഉസാമ ബിൻ ലാദനെ പോലെയുള്ള ആളുകൾക്കെതിരെ ഭീകരവാദ യുദ്ധം നയിക്കാൻ US മുന്നോട്ട് വന്നപ്പോൾ ആ USനെ സപ്പോർട്ട് ചെയ്യാൻ ജനറൽ പർവേസ് മുഷറഫ് വന്നു. ശരിക്കും പറഞ്ഞ ഉസാമ ബിൻ ലാദനെ വളർത്തിയതാരാണ്? അതിന് ട്രെയിനിങ് കൊടുത്തതാരാണ്? ആയുധം കൊടുത്തതാരാണ്? അമേരിക്കയാണ്. എന്തിനു വേണ്ടി? സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം നടത്താൻ വേണ്ടി. പക്ഷെ ഒസാമ ബിൻ ലാദൻ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതോടുകൂടെ സ്വാഭാവികമായിട്ട് USന്റെ കണ്ണിലെ കരടായി. അതുകൊണ്ട് ഉസാമ ബിൻ ലാദനെതിരെയുള്ള യുദ്ധം ചെയ്യാൻ അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും വണ്ടി കയറുകയാണ് അമേരിക്ക. അതിന് സപ്പോർട്ട് ചെയ്യുന്നു ജനറൽ പർവേസ് മുഷറഫ്. During the early 2000s, 2006 കാലഘട്ടങ്ങളിൽ പാകിസ്ഥാൻ became more extreme. പാകിസ്ഥാൻ ഭയങ്കര തീവ്രവാദ ഒരു സ്ഥലമായിട്ട് മാറി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് posed an imminent danger to the global community and the Jews were mostly to blame for its financial exploitation. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ വിഷയത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭയങ്കരമായിട്ടുള്ള അപകടം ഉണ്ടാക്കിയവിടെ. അവിടെ ഇതിന്റെ സാമ്പത്തിക നേട്ടം ശരിക്കും പറഞ്ഞ ആർക്കാണ്? ജൂതന്മാർക്കായിരുന്നു എന്നൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. കാരണം ആയുധ വിൽപ്പനകളാണ് പ്രധാനമായിട്ട് അവിടെ നടക്കുക. അപ്പൊ ഈ ആയുധ വിൽപ്പന വളരെ പ്രധാനപ്പെട്ട ആളുകൾ ആരായിരുന്നു? ജൂതന്മാരായിരുന്നു. ഓക്കെ. Malala Yousafzai presents herself to the reader in chapter 1. A daughter is born of I am Malala. എന്ന് പറയുന്ന മലാലയുടെ പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് എ ഡോട്ടർ ഈസ് ബോൺ. പ്രൊവൈഡ്സ് ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് ഹർ പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ആ ഒരു ചാപ്റ്ററിൽ അവളുടെ ജീവിതത്തെ പറ്റി അവൾ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ അതിന് സമ്മറി വായിക്കാൻ പോകണം. അപ്പൊ ഇതുവരെ പറഞ്ഞത് പിന്നെ ദ ഡോട്ടർ ഈസ് ബോൺ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ല. അതിനെ പറ്റിയുള്ള വിശദീകരണങ്ങളാണ്. യൂസഫ്സായിനെ പറ്റി, അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളെ പറ്റി, പ്രീ റിക്വിസിറ്റ് ആയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി, ഇതൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് സമ്മറിയാണ്. സമ്മറി എന്ന് പറഞ്ഞാൽ ആ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ സമ്മറി. ഓക്കെ, നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. മലാല റീകൗണ്ട്സ് ദാറ്റ്. മലാല ഓർമ്മിക്കുന്നു. റീകൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക എന്നർത്ഥം. ഈവൻ ദോ ഷി വാസ് ബോൺ ഏർലി. അവള് വളരെ നേരത്തെയാണ് ജനിച്ചതെങ്കിൽ പോലും, അതായത് 10 മാസം ആവേണ്ടി വന്നില്ല, 9ാമത്തെ മാസം തന്നെ അവൾ ജനിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെ ആവുന്നതിന് കാരണമുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ മെച്ചെന്നറിയോ? വിച്ച് ഈസ് കൺസിഡേർഡ് ലക്കി ഇൻ ഹെർ ട്രൈബ്. അവളുടെ ആ ഒരു ഗോത്രത്തിൽ, ആ ട്രൈബില് അങ്ങനെ ജനിക്കുന്നത് ലക്കിയാണ് എന്നാണ് കരുതപ്പെട്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവള് ലക്കി ആവണം അല്ലേ? അങ്ങനെ ലക്കി ആയിട്ടാണ് ഇവള് ജനിച്ചതെങ്കിൽ പോലും മെനി വില്ലേജസ് നെവേർദിലെസ് ഫെൽറ്റ് ബാഡ്. ഒരുപാട് ഗ്രാമീണവാസികൾക്ക് ഫെൽറ്റ് ബാഡ്, വളരെ മോശമായിട്ടാണ് തോന്നിയത്. ഫോർ ഹെർ പാരൻസ്, അവളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവളൊരു മോശം ജന്മമാണ് എന്ന് പല വില്ലേജസുകളിലെ, ആ ഗ്രാമങ്ങളിലെ പല ആളുകളും അങ്ങനെ വിചാരിച്ചു. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ളത്? സിൻസ് മലാല വാസ് എ ഫീമെയിൽ ബേബി. മലാല ഒരു പെൺകുട്ടിയാണ്. അതായത് നേരത്തെ ജനിക്കുന്നത് ലക്കിയാണ്, ശരിയാണ്. പക്ഷെ ഈ ജന്മം അത്ര ലക്കിയായിട്ട് വില്ലേജസ് കരുതിയില്ല. അതെന്തുകൊണ്ടാണ്? അവൾ പെൺകുട്ടി ആയതുകൊണ്ടാണ്. അപ്പൊ നേരത്തെ ജനിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അത് വളരെ ലക്കിയായിരുന്നു എന്നാണ് അവരുടെ ഗ്രാമവാസികൾ വിചാരിച്ചത്. അക്കോർഡിംഗ് ടു ഹെർ, അവളെ സംബന്ധിച്ചിടത്തോളം, അവളുടെ അഭിപ്രായത്തില് വിമൺ ഇൻ ഹെർ നേഷൻ, അവളുടെ രാജ്യത്തിലെ സ്ത്രീകൾ, വിമൺ ഇൻ ഹെർ നേഷൻ, അവളുടെ രാജ്യത്തിലെ സ്ത്രീകൾ ആർ ബ്യൂട്ട്, അവരെ കണക്കിലാക്കപ്പെടുന്നത് ആസ് സെക്കൻഡ് ക്ലാസ് പീപ്പിൾ, ഒരു സെക്കൻഡ് ക്ലാസ് പീപ്പിൾ ആയിട്ടാണ് അവരെ കണക്കാക്കുന്നത്. ഹു ആർ ഓൺലി ഗുഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. അതായത് സെക്കൻഡ് ക്ലാസ് പീപ്പിൾ ആയിട്ടാണ് അവരെ കണക്കാക്കുന്നത്. എന്തുകൊണ്ട്? ഹു ആർ ഓൺലി ഗുഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. ഈ പെൺകുട്ടികൾ എന്തിനാ പറ്റുക? പ്രിപ്പയറിംഗ് ഫുഡ്, ഭക്ഷണം ഉണ്ടാക്കുക. ആൻഡ് ഗിവിംഗ് ബർത്ത് ടു ചിൽഡ്രൻ, കുട്ടികൾക്ക് ജന്മം കൊടുക്കുക. അതിനുവേണ്ടി മാത്രമുള്ള ഒരു സെക്കൻഡ് ക്ലാസ് പീപ്പിൾ ആയിട്ടാണ് പെൺകുട്ടികളെ തൻ്റെ രാജ്യത്തിലുള്ള ആളുകൾ കണക്കാക്കിയിരുന്നത് എന്നാണ് മലാല യൂസഫ്സായി അഭിപ്രായപ്പെടുന്നത്.
ജഹാൻ ഷേർ ഖാൻ യൂസഫ്സായ്, ദ കസിൻ ഓഫ് മലാലാസ് ഫാദർ. മലാലയുടെ പിതാവിന്റെ കസിനായിരുന്ന ജഹാൻ ഷേർ ഖാൻ യൂസഫ്സായ് വാസ് എമംഗ് ദ ഫ്യൂ ഹു അറ്റൻഡഡ് ബേബീസ് ബർത്ത് സെലിബ്രേഷൻ. ഈ കുട്ടിയുടെ ബർത്ത് സെലിബ്രേഷനിൽ, ജന്മദിനാഘോഷത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന, ആ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് മലാലയുടെ അച്ഛന്റെ കസിനായിരുന്ന ജഹാൻ ഷേർ ഖാൻ യൂസഫ്സായ്. ഹി പ്രസന്റഡ് മലാല വിത്ത് എ ഹാൻസം ഗിഫ്റ്റ് ഓഫ് മണി. മലാലക്ക് അദ്ദേഹം ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഹി ഓൾസോ പ്രൊഡ്യൂസ്ഡ് എ സൈസബിൾ ഫാമിലി ട്രീ. മാത്രമല്ല, ഒരു വലിയ ഫാമിലി ട്രീയും കൊടുത്തു. ഹി ഓൾസോ പ്രൊഡ്യൂസ്ഡ് എ സൈസബിൾ ഫാമിലി ട്രീ ദാറ്റ് ഡിസ്പ്ലേഡ് ദ ഫാദേഴ്സ് ആൻഡ് സൺസ് ഇൻ മലാലാസ് ഫാമിലി. അതില് മലാലയുടെ കുടുംബത്തിലെ അച്ഛന്മാർ, അവരുടെ ആൺമക്കൾ, അവരുടെ പേരുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വലിയൊരു ഫാമിലി ട്രീയും സമ്മാനമായിട്ട് കൊടുത്തു. സിയാവുദ്ദീൻ, മലാലാസ് ഫാദർ, റിയാക്റ്റഡ് ഇൻ ആൻ അൺകോമൺ വേ. മലാലയുടെ പിതാവ് സിയാവുദ്ദീൻ, അദ്ദേഹം റിയാക്റ്റഡ്, അതിന് പ്രതികരിച്ചത് ഇൻ ആൻ അൺകോമൺ വേ, വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതിനെ സമീപിച്ചത്. വെൻ ഹിസ് കസിൻ ഡിഡ് ദിസ്, തന്റെ കസിൻ ഇത് ചെയ്തപ്പോൾ, തന്റെ കസിൻ ഒരു വലിയ ഫാമിലി ട്രീ ഉണ്ടാക്കി. ആ ഫാമിലി ട്രീയിൽ ആരൊക്കെ ഉണ്ട്? പിതാവിന്റെ പേരുണ്ടാവും, അവരുടെ ആൺമക്കളുടെ പേരുണ്ടാവും. അങ്ങനെ പിതാവിന്റെ പേര്, ആൺമക്കളുടെ പേര്, പിതാവിന്റെ പേര്, ആൺമക്കളുടെ പേര്, അതാണ് ഫാമിലി ട്രീ. ഇതിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ സിയാവുദ്ദീൻ അവതരിപ്പിക്കുകയാണ്. എന്താണ്? ഹി ഫെച്ചഡ് എ പെൻ, അവനൊരു പേന കൊണ്ടുവന്നു. ഫെച്ച് എന്ന് പറഞ്ഞ കൊണ്ടുവരിക എന്നർത്ഥം. ഹി ഫെച്ചഡ് എ പെൻ, ഒരു പേന കൊണ്ടുവന്നു. ആൻഡ് ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് മലാല വാസ് എ ഗേൾ ചൈൽഡ്, മലാല ഒരു പെൺകുട്ടിയാണ് എന്നുണ്ടായിരിക്കെ തന്നെ, എന്ന സത്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ, ഈവൻ വന്നിട്ട് സിയാവുദ്ദീൻ വന്നിട്ട് ഒരു പേന കൊണ്ടുവന്ന് ഡ്രോ എ ലൈൻ, ഒരു വര വരച്ചു. ടു ഡിനോട്ട് ഹെർ ബർത്ത്, ഈ മലാലയുടെ ജന്മം സൂചിപ്പിക്കുന്ന ഒരു വര അവിടെ വരച്ചു. ഫാമിലി ട്രീയിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അച്ഛന്റെ പേര്, മകന്റെ പേര് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു വര വരച്ചിട്ട് മലാല യൂസഫ്സായുടെ പേരാണ് ചേർത്തു. റാദർ ദാൻ എംബ്രേസിങ് ഇറ്റ് ആസ് എ ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റ് എന്ന നിലക്ക് അതിനെ സ്വീകരിക്കുന്നതിനേക്കാളും അപ്പുറം സിയാവുദ്ദീൻ ചെയ്ത പണി അതാണ്. അപ്പോൾ ആ ജന്മദിനത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. Malala's birth was commemorated by Ziauddin with gifts typically given to male children. സാധാരണ മെയിൽ ചിൽഡ്രന് കൊടുക്കുന്ന, ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് സിയാവുദ്ദീന് ഈ മലാലയുടെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൊണ്ടുവന്ന് കൊടുത്തത്. സാധാരണ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്താണ്? കോയിനുകൾ കൊടുക്കും, ഒരു ഫ്രൂട്ട്, പഴങ്ങൾ കൊടുക്കും, ഇതൊക്കെയാണ്. ബിക്കോസ് ഹി ബിലീവ്ഡ് ഷി വാസ് യുണീക്ക്. സിയാവുദ്ദീൻ അങ്ങനെയുള്ള ഒരു ഫ്രൂട്ടും കോയിനൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തിട്ടാണ് അത് ജന്മദിനം ആഘോഷിച്ചത്. അതിന് കാരണം എന്താണെന്നറിയോ? ഹി ബിലീവ്ഡ്, സിയാവുദ്ദീൻ വിശ്വസിച്ചത് ഷീ വാസ് യുണീക്ക്, ഈ മലാല ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരാളാണ്, എല്ലായിടത്തും കിട്ടുന്ന ഒരാളല്ല മലാല, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു ആൺകുട്ടിയുടെ ജന്മദിനം പോലെ തന്നെ ആ പെൺകുട്ടിയുടെ ജന്മദിനവും സിയാവുദ്ദീൻ ആഘോഷിച്ചത്. മലാല വാസ് നെയ്മഡ്, മലാല എന്ന പേര് കൊടുത്തു, അല്ലെ? മലാല വാസ് നെയ്മഡ്, മലാല എന്ന പേര് കൊടുത്തു. ആഫ്റ്റർ ആൻ അഫ്ഗാൻ ഹീറോയിൻ മലാലൈ, ഒരു അഫ്ഗാൻ ഹീറോയിൻ ഉണ്ടായിരുന്നു. സിനിമയിലെ നായിക അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഹീറോയിൻ എന്ന് പറഞ്ഞത് നായികയായിട്ടുള്ള ഒരാൾ, യുദ്ധം ചെയ്ത ഒരു നായിക. അവരുടെ പേര് മലാലൈ എന്നായിരുന്നു. ആ പേര് തന്നെയാണ് സിയാവുദ്ദീൻ ഇവൾക്ക് ഇട്ടുകൊടുത്തത്. ആരാണത്? ദ പഷ്തൂൺ എത്നിക് പോപ്പുലേഷൻ, പഷ്തൂണിലെ ഒരു പോപ്പുലേഷൻ, ദ പഷ്തൂൺ എത്നിക് പോപ്പുലേഷൻ. പഷ്തൂൺ എത്നിക് പോപ്പുലേഷൻ, പഷ്തൂൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്, ഒരു പാകിസ്ഥാനിലെ ഒരു ട്രൈബ്, ഒരു സ്ഥലം. പഷ്തൂൺ വിഭാഗം വിച്ച് ഇൻക്ലൂഡ്സ് മലാല, അതിലാണ് മലാല ഉൾപ്പെടുന്നത്. ആ വിഭാഗം ഈ സ്പ്ലിറ്റ് ബിറ്റ്വീൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻസ് നെയ്ബർ, അത് അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ഇടയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഭാഗം പഷ്തൂണിന്റെ കുറച്ച് ഭാഗം ആളുകൾ പാകിസ്ഥാനിലാണ്, പഷ്തൂന് കുറച്ച് ഭാഗം ആളുകൾ അഫ്ഗാനിസ്ഥാനിലാണ്. ഇത്രേ ഉള്ളൂ. ദ പഷ്തൂൺസ് ആർ ബൗണ്ട് ടു റിഗാർഡ് എവ്രി വൺ വിത്ത് ഡിഗ്നിറ്റി. ഈ പഷ്തൂണുകള് എല്ലാവരെയും
വളരെയധികം റെസ്പെക്ട് ചെയ്തിരുന്നു. ഡിഗ്നിറ്റി, അന്തസ് കൊടുത്തിരുന്നു. എല്ലാവർക്കും അന്തസ് കൊടുത്തിരുന്നു. റിഗാർഡ് എവരി വൺ വിത്ത് ഡിഗ്നിറ്റി, എല്ലാവരെയും അന്തസ്സോടെ മാത്രമേ പരിഗണിക്കാറുണ്ടായിരുന്നുള്ളൂ. ആൻഡ് റെവറൻസ്, റെവറൻസ് എന്ന് പറഞ്ഞ ബഹുമാനം. ബൈ എ റിജിഡ് മോറൽ കോഡ് ഓഫ് ഓണർ, ഭയങ്കര ദൃഢമായ, ഭയങ്കര ബാലിശമായ, ഭയങ്കര കാർക്കശ്യപൂർണമായിട്ടുള്ള ഒരു മോറൽ കോഡ് ഓഫ് ഓണർ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം, മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം എന്ന ഒരു മോറൽ കോഡ് ഓഫ് ഓണർ ഈ പഷ്തൂൺ വിഭാഗത്തിനിടയിൽ ഉണ്ടായിരുന്നു. ദ പഷ്തൂൺസ് ആർ കോൺഫിഡൻറ്റ് ആൻഡ് അഗ്രസീവ് പീപ്പിൾ. ഈ പഷ്തൂണുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആയ ആൾക്കാരാണ്, അവർ അഗ്രസീവ് ആയ ആൾക്കാരാണ്, അക്രമകാരികളാണ്, പെട്ടെന്ന് ചൂടാവും. ബിക്കോസ് ഷീ ലെഡ് ദ, അതുകൊണ്ട് തന്നെ ഷീ ലെഡ് ദ പഷ്തൂൺസ് ഇൻ എ വിക്ടോറിയസ് റെബല്ലിയൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ 1880s. 1880കളില് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വലിയ റിബലിയൻ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് പഷ്തൂണുകൾ. ആ പഷ്തൂണുകളെ ലീഡ് ചെയ്ത ഒരാളാണ് മലാലൈ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മലാലൈ. അതുകൊണ്ട് മലാല ഈസ് റെവേർഡ് ബൈ ദീസ് ഇൻഡിവിജ്വൽസ് ആസ് എ ഹീറോയിൻ. അതുകൊണ്ട് ഈ പഷ്തൂൺ വിഭാഗത്തിലെ ജനങ്ങളെല്ലാം മലാലയെ ഒരു ഹീറോയിനായിട്ട് അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. മലാലൈ അബാൻഡൻഡ് ഹെർ മാരേജ്. മലാലയെ വിവാഹം തടഞ്ഞു. അബാൻഡൻ എന്ന് പറഞ്ഞ ബാൻഡ്, വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. വെൻ ഷി വാസ് സ്റ്റിൽ എ ടീനേജർ, അവളൊരു ടീനേജർ ആയിരിക്കുമ്പോൾ, അവളൊരു 18 വയസ്സുകാരി 17 വയസ്സുകാരി ആയിരിക്കുമ്പോൾ വിവാഹം കഴിക്കാൻ വന്നു, വിവാഹം ഉണ്ടായി. അവളത് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഇൻ ഓർഡർ ടു ട്രെയിൻ ആസ് എ കമാൻഡർ ആൻഡ് എസ് എ വാരിയർ. ഒരു കമാൻഡറായിട്ട്, വാരിയർ സോൾജിയർ, വാരിയർ എന്ന് പറഞ്ഞാൽ സോൾജിയർ, പട്ടാളക്കാരനായിട്ട് ഒരു ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ഷി വാസ് മേർഡേഡ് ബൈ ബ്രിട്ടീഷ് സോൾജിയേഴ്സ്. അവൾ ബ്രിട്ടീഷ് പട്ടാളക്കാരാണ് അവളെ വധിച്ചത്, അവൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഹെർ ആർമി അൾട്ടിമേറ്റ്ലി ഓവർകെയിം ദ ബ്രിട്ടീഷ്. പക്ഷേ അവളുടെ പട്ടാളം ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു. ബ്രിട്ടീഷുകാർ അവളെ വധിച്ചുവെങ്കിൽ പോലും അവളുടെ പട്ടാളം ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ കണ്ടിന്യൂസ് ടു ഓണർ മലാലൈ വിത്ത് മോണ്യുമെന്റ്സ്. ഇന്നും അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾ ഈ മോണ്യുമെന്റ്സുകൾ കൊടുത്തുകൊണ്ട് തന്നെ മലാലൈ എന്ന് പറയുന്നവരെ ആദരിക്കുന്നു. ആൻഡ് ഷി റെപ്രസെന്റ് ദ കൺട്രീസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഫോറിൻ ഒക്യുപ്പേഷൻ. ഇപ്പോഴും ഷി റെപ്രസെന്റ്സ്, അവൾ പ്രതിനിധാനം ചെയ്യുന്നു, ദ കൺട്രീസ് ഫൈറ്റ്, ഈ രാജ്യത്തിന്റെ യുദ്ധത്തെ അവൾ പ്രതിനിധാനം ചെയ്തു, അഗെയിൻസ്റ്റ് ഫോറിൻ ഒക്യുപ്പേഷൻ. വൈദേശികമായിട്ടുള്ള അധിനിവേശത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഇപ്പോഴും മലാലൈ അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊക്കെ ആ ഒരു അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഇങ്ങനെയാണ് മലാലൈ എന്ന് പറയുന്ന പേര് മലാല യൂസഫ്സായിക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? മലാല ഗോസ് ഓൺ ടു ഡിസ്ക്രൈബ് ഹെർ കൾച്ചർ. മലാല അവളുടെ സംസ്കാരത്തെ പറ്റിയും ഇനി പറയാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതിനുശേഷം ഷീ റിസൈഡ്സ്, അവൾ ജീവിക്കുന്നത് ഇൻ എ പിക്ചറസ്ക് സാറ്റ് വാലി. സ്വാത്ത് താഴ്വരയിലാണ് അവൾ താമസിക്കുന്നത്. വിച്ച് ഈസ് ഹോം ടു ഫ്രൂട്ട് ട്രീസ്. അവിടെ ഒരുപാട് പഴങ്ങളുണ്ട്, പഴങ്ങളുടെ വൃക്ഷങ്ങളുണ്ട്, ഫലവൃക്ഷങ്ങൾ. റിവേഴ്സ്, സ്വാത്ത് താഴ്വര ഒരുപാട് നദികളുണ്ട്. ആൻഡ് ഫോറസ്റ്റ്, ഒരുപാട് കാടുകളുണ്ട്. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് ഇവിടെ താഴെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, കണ്ടോ? ഇതാണ് സ്വാത്ത് താഴ്വര എന്ന് പറയുന്നത്, കണ്ടോ? ദിസ് ഈസ് സ്വാത്ത് വാലി. വളരെ മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. ഇങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് അവള് താമസിച്ചിരുന്നത്. ദ ലോക്കൽസ് ഗോ സ്കൈയിങ് ഇൻ ദ സറൗണ്ടിങ് ഹൈലാൻഡ്സ് ഡ്യൂറിങ് ദ വിന്റർ. വിന്റർ കാലഘട്ടം വരുമ്പോൾ, മഞ്ഞ് കാലഘട്ടം വരുമ്പോൾ അടുത്തുള്ള ഹൈലാൻഡുകളിൽ, അടുത്തുള്ള വലിയ കുന്നിൻ പ്രദേശങ്ങളിൽ ദ ലോക്കൽസ് ഗോ ഫോർ സ്കൈയിങ്. ആളുകൾ സ്കൈയിങ്ങിന് വേണ്ടി പോകും. സ്കൈ എന്ന് പറഞ്ഞാൽ മഞ്ഞ് കൂടെ ഇങ്ങനെ ഒഴുകി പോവുക. അറ്റ് പ്രസന്റ് ഇപ്പോൾ സ്വാത്ത് ഈസ് അനക്സഡ് ടു പാകിസ്ഥാൻസ് ഖൈബർ പഖ്തൂൺഖ്വ പ്രൊവിൻസ്. ഇന്ന് ഈ സ്വാത്ത് എന്ന് പറയുന്ന പ്രദേശം പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. സ്വാത്ത് വാസ് വൺസ് എ സോവറിൻ സ്റ്റേറ്റ്. സ്വാത്ത് പണ്ടൊരിക്കൽ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിരുന്നു, അതായത് ഒരു സ്വതന്ത്ര ഭരണ പ്രദേശമായിരുന്നു. സോവറിൻ സ്റ്റേറ്റ്. സ്വാത്ത് വാസ് വൺസ് എ സോവറിൻ സ്റ്റേറ്റ്. സ്വാത്ത് പണ്ട് ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിരുന്നു, എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഭരണ പ്രദേശമായിരുന്നു. ബട്ട് ആഫ്റ്റർ ഇന്ത്യ ഗെയിൻഡ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ്, പക്ഷെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം, ഇൻ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം
It was incorporated into Pakistan as a separate entity. ഈ സ്വാത്ത് എന്ന് പറയുന്ന ഭരണപ്രദേശം പാകിസ്ഥാന്റെ കൂടെ ചേർന്നു. പക്ഷെ സെപ്പറേറ്റ് എൻറ്റൈറ്റി എന്ന നിലക്കാണ്. ഇപ്പൊ ഇന്ത്യയിൽ കാശ്മീർ ചേർന്ന പോലെ ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റി എന്ന നിലക്ക് പാകിസ്ഥാനിൽ സ്വാത്ത് എന്ന് പറയുന്ന പ്രദേശം ചേർന്നു. സ്വാത്ത് റെസിഡൻസ് യൂസ് റുപ്പീസ്. പാകിസ്ഥാൻ സ്വാത്ത് പ്രദേശത്തുള്ള ആളുകളുടെ നാണയം റുപ്പീസ് ആണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനം പാകിസ്ഥാനി നാണയം തന്നെ, ദ നാഷണൽ കറൻസി ഓഫ് പാകിസ്ഥാൻ. But they also enjoy an extremely high degree of social and political independence from that country. പക്ഷേ ഈ പ്രദേശം ആസ്വദിക്കുന്നു an extremely high degree of social and political independence. സാമൂഹ്യപരമായ സാംസ്കാരികപരമായ ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യം അനുഭവിക്കുന്നുണ്ട്. ഫ്രം ദാറ്റ് കൺട്രി, പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരമായ ഒരു സ്വാതന്ത്ര്യം ഈ സ്വാത്ത് എന്ന് പറയുന്ന ഭരണപ്രദേശത്തിനുണ്ട്. Despite the fact that Islamabad എന്ന് പറഞ്ഞ എന്താ, ദ പാകിസ്ഥാനി ക്യാപിറ്റൽ, പാകിസ്ഥാനി തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഈസ് ഓൺലി 100 miles away, ഒരു 100 മൈൽ ദൂരം മാത്രമാണെങ്കിൽ പോലും ദ മെജോറിറ്റി ഓഫ് സ്വാത്ത് പോപ്പുലേഷൻ, സ്വാത്ത് ജനതയുടെ ഭൂരിഭാഗം ആളുകളും, ദ മെജോറിറ്റി ഓഫ് സ്വാത്ത് പോപ്പുലേഷൻ ഹാസ് നെവർ വെഞ്ചേർഡ് ഔട്ട്സൈഡ്, ഒരിക്കൽ പോലും പുറത്തേക്ക് പോയിട്ടില്ല ദയർ വാലി, അവരുടെ താഴ്വാരം വിട്ട് ഒരിക്കൽ പോലും അവർ പുറത്തേക്ക് പോയിട്ടില്ല. അതാണ് സ്വാത്ത് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത. ഇനി ദ മെയിൻ ടൗൺ ഇൻ സ്വാത്ത് ഈസ് മിങ്കോറ. സ്വാത്തിലെ വളരെ പ്രധാനപ്പെട്ട ടൗൺ ഏതാണ്? മിങ്കോറയാണ്. വേർ മലാല ആൻഡ് ഹെർ ഫാമിലി റിസൈഡ്, അവിടെയാണ് മലാലയും അവരുടെ ഫാമിലിയൊക്കെ താമസിക്കുന്നത്. സിൻസ് ദ 11th century, 11ാം നൂറ്റാണ്ട് മുതൽ സ്വാത്ത് ഹാസ് ബീൻ ഹോം ടു ആൻ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി. സ്വാത്തിലെ ജനങ്ങൾ കംപ്ലീറ്റ് മുസ്ലിങ്ങളാണ്. ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉണ്ടായിരുന്നത്, മുസ്ലിങ്ങളാണ് 11ാം നൂറ്റാണ്ട് മുതൽ. അന്ന് മുസ്ലിം ഭരണം അവിടെ വന്നു, അവിടെയുള്ള ആളുകൾ മുഴുവനും മുസ്ലിങ്ങളായി. ബട്ട് ബിഫോർ ദിസ്, പക്ഷെ അതിനു മുമ്പ്, അഥവാ മുസ്ലിം രാജ്യമാകുന്നതിന് മുമ്പ്, മുസ്ലിം കമ്മ്യൂണിറ്റി ആവുന്നതിന് മുമ്പ്, ഇറ്റ് ഹാഡ് ബീൻ എ ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ്, അതൊരു ബുദ്ധമത രാജ്യമായിരുന്നു. Therefore, Swat continues to possess Buddhist temple remnants. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്വാത്ത് താഴ്വരയിൽ എന്തുണ്ട്? ബുദ്ധിസ്റ്റ് ടെമ്പിൾ റെമനൻസ് ഉണ്ട്, ബുദ്ധിസ്റ്റ് അമ്പലങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്. റെമനൻസ് എന്ന് പറഞ്ഞ അവശിഷ്ടങ്ങൾ. മലാല ഹാസ് സ്പെൻഡ് ഹെർ എൻറ്റയർ ലൈഫ്, മലാല തന്റെ ജീവിതം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തത് എൻക്ലോസ്ഡ് ബൈ വൈൽഡ് ലൈഫ്, ആ ഒരു ഫോറസ്റ്റിലാണ്, ആ ഒരു കാട്ടുജീവിതത്തിലാണ്. പ്രത്യേകിച്ച് ടേക്കിംഗ് ഇൻ ദ മെജസ്റ്റി ഓഫ് ഹിന്ദുക്കുഷ് മൗണ്ടൈൻസ്, ഹിന്ദുക്കുഷ് പർവ്വതങ്ങളുടെ അടുത്ത്, ആൻഡ് ദ വാലി ഷി ലിവ്സ് ഇൻ, അതുപോലെ സ്വാത്ത് താഴ്വരയിൽ, ഇവിടെയൊക്കെയാണ് അവളുടെ കുട്ടിക്കാലം കംപ്ലീറ്റ് അവൾ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മലാലാസ് ഫാമിലി വാസ് എക്സ്ട്രീംലി അണ്ടർ പ്രിവിലേജ്ഡ്. മലാലയുടെ ഫാമിലി അണ്ടർ പ്രിവിലേജ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര വലിയ സമ്പത്തുള്ള ആൾക്കാരല്ല, കുറച്ചൊക്കെ ദാരിദ്ര്യമുള്ള ആളുകളായിരുന്നു. വലിയ കുഴപ്പമില്ല, പക്ഷെ അണ്ടർ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു നേതൃത്വം ഉണ്ടായിരുന്ന വലിയൊരു ഹൈ ഫാമിലി ആയിരുന്നില്ല എന്നർത്ഥം. മലാലാസ് ഫാദർ ആൻഡ് ഹിസ് ഫാമിലി റിസൈഡ് ഇൻ എ സ്ലം. മലാലയുടെ അച്ഛനും മലാലയുടെ കുടുംബം അവർ താമസിച്ചിരുന്ന റിസൈഡ് ഇൻ എ സ്ലം, ഒരു ചെറിയ ചേരി പ്രദേശത്താണ്. Despite opening their first school for females in Mingora, മിങ്കോറയിൽ അവർ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സ്കൂൾ അവർ ഓപ്പൺ ചെയ്തെങ്കിൽ പോലും അവർ താമസിച്ചിരുന്നത് ഒരു സ്ലം ഏരിയയിലാണ്. അവർ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും മലാലാസ് ഫാമിലി ഹോസ്റ്റ് ഗസ്റ്റ് ഓഫൺ, മലാലയുടെ ഫാമിലി പലപ്പോഴും അതിഥികളെ സൽക്കരിക്കും. അത് ഈ സ്വാത്ത് താഴ്വരയിൽ എല്ലാവർക്കും ഭയങ്കര പ്രത്യേകം ഇഷ്ടമുള്ള സാധനമാണ്. പ്രിപ്പയറിംഗ് ഡിഷസ് ഫോർ ദം, അവർക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണം തയ്യാറാക്കും. എൻജോയിങ് ദംസെൽവ്സ് വിത്ത് ദം, അവരുമായിട്ട് കൂടിക്കലർന്ന് എൻജോയ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് അവർക്കുള്ളത്. മലാല എംഫസൈസസ് ദാറ്റ് ദ സിഗ്നിഫിക്കന്റ് ആസ്പെക്ട് ഓഫ് ഹെർ എത്നിസിറ്റി. മലാല എംഫസൈസസ്, മലാല ഉറപ്പിച്ചു പറയുന്നു, മലാല എംഫസൈസസ്, അതായത് എന്താ പറയുന്നത്? സിഗ്നിഫിക്കന്റ് ആസ്പെക്ട് ഓഫ് ഹെർ എത്നിസിറ്റി, അവളുടെ എത്നിസിറ്റിയുടെ, അവളുടെ വർഗത്തിന്റെ, അവളുടെ ആ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസ് ഹോസ്പിറ്റാലിറ്റി, ഈ ഒരു ആതിഥേയത്വമാണ്. കുഷാൽ, മലാലസ് ബ്രദർ, മലാലയുടെ സഹോദരനാണ് കുഷാൽ എന്ന് പറയുന്ന ആള്.
വാസ് ഗിവൺ ദ നെയിം, ആ കുശാൽ എന്ന പേര് അവർക്ക് കൊടുക്കുന്നത് ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് സ്കൂൾ ദാറ്റ് ഹി അറ്റൻഡ്സ്. തൻ്റെ പിതാവ് പിന്നെ തൻ്റെ പിതാവിൻ്റെ സ്കൂളിൻ്റെ പേരായിരുന്നു കുശാൽ എന്ന് പറയുന്നത്. ആ പേരാണ് തൻ്റെ മകന് അദ്ദേഹം കൊടുക്കുന്നത്. അതാൽ ദ യങ്ങസ്റ്റ് ഓഫ് ഹർ ബ്രദർ ഇസ് 7 years യങ്ങർ ദാൻ മലാല. മലാലക്ക് ഒരു ബ്രദർ കൂടെയുണ്ട്, അതിൻ്റെ പേരാണ് അഥാൽ. അവർ 7 വയസ്സ്, മലാലയേക്കാളും 7 വയസ്സ് മലാലയേക്കാളും 7 വയസ്സ് മാത്രം 7 വയസ്സ് താഴെയായിരുന്നു അവർ. ഇൻ കോൺട്രാസ്റ്റ് ടു ഓൾമോസ്റ്റ് ഓൾ സ്വാതി മെയിൽസ്, സ്വാതി ആൺവർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി, ഇൻ കോൺട്രാസ്റ്റ് ടു ഓൾമോസ്റ്റ് ഓൾ സ്വാതി മെയിൽസ് സ്വാത് താഴ്വരയിൽ താമസിക്കുന്ന സാധാരണഗതിയിലുള്ള ആണുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, മലാലാസ് ഫാദർ സെൽഡം സ്ട്രൈക്സ് ഹിസ് വൈഫ്, മലാലയുടെ അച്ഛൻ ഒരിക്കൽ പോലും തൻ്റെ ഭാര്യയെ ചീത്ത പറഞ്ഞിരുന്നില്ല, തോർപ്പോക്കോയെ ചീത്ത പറഞ്ഞിരുന്നില്ല. അതാണ് പ്രത്യേകത. മലാല ഒബ്സർവ്സ് ദാറ്റ്, മലാല നിരീക്ഷിക്കുന്നു, മലാല പറയുന്നു ദാറ്റ് മെമ്പേഴ്സ് ഓഫ് ഹർ കൾച്ചർ സ്ട്രൈവ് ടു ഹാവ് സ്കിൻ. ഈ തൻ്റെ സമൂഹത്തിൽ, തൻ്റെ സംസ്കാരത്തിൽ, തൻ്റെ വിഭാഗത്തിലെ ആ മെമ്പർമാർ സ്ട്രൈവ് ടു ഹാവ് സ്കിൻ ദാറ്റ് ഈസ് ലൈറ്റർ. അവരെപ്പോഴും ഒരു ഇരുനിറത്തിലുള്ള അല്ലെങ്കിൽ വെളുത്ത കളറിലുള്ള ആളുകളായി തീരാനാണ് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ ഉണ്ടായിരുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ മലാലാസ് ഫാദർ സഫേർഡ് ഫ്രം ചൈൽഡ്ഹുഡ് എംബഡസ്മെന്റ് ഡ്യൂ ടു ഹിസ് ഡാർക്ക് സ്കിൻ. മലാലയുടെ പിതാവിന് ഡാർക്ക് സ്കിൻ ആയിരുന്നു. അപ്പൊ എപ്പോഴും ചെറുപ്പ കാലഘട്ടത്തിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ മലാലയുടെ പിതാവിനെ വളരെയധികം കളിയാക്കുകയും വളരെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഹി വാസ് അൺഏബിൾ ടു ഗെറ്റ് ഓവർ ഹിസ് എംബറാസ്മെന്റ് അൻറ്റിൽ ഹി മാരീഡ് തോർപ്പെക്കായി. അവസാനം തോർപ്പെക്കായിയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് അവസാനിച്ചത്. ഈ തോർപ്പെക്കായി ശരിക്കും വെളുത്ത ആളാണ്. സത്യത്തിൽ എന്താണ്ടായതെന്നറിയോ? തോർപ്പെക്കായും സിയാവുദ്ദീനും കല്യാണം കഴിക്കുന്നത് പ്രേമിച്ചിട്ടാണ്, റാദർ ദാൻ ഔട്ട് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഒരു സാമൂഹിക ഉത്തരവാദിത്തം എന്നതിനേക്കാളും അപ്പുറം അവർ പ്രേമിച്ച കല്യാണം കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സാമൂഹിക ഉത്തരവാദിത്തം എന്നതിനപ്പുറത്തേക്ക് വന്ന് അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവില്ല, ഒരു തോർപ്പെക്കായി ഒരിക്കലും കല്യാണം കഴിക്കാൻ കഴിയില്ല. പക്ഷെ അവർ പ്രേമിച്ചു, അതുകൊണ്ടൊരു കല്യാണം കഴിച്ചു. ഏതായിരുന്നാലും അതിന്റെ പേര് അങ്ങനെ ഒരു പ്രശ്നം അവരുടെ സമൂഹത്തിനുണ്ടായിരുന്നു എന്ന് അവർ സൂചിപ്പിക്കുന്നു. മലാല കീപ്സ് ടോക്കിംഗ് അബൌട്ട് ഹർ ഫാമിലി. മലാല തന്റെ കുടുംബത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആ ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? തോർപ്പെക്കായി ഈസ് എ ഡിവോട്ട് മുസ്ലിം. തോർപ്പെക്കായി ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഭക്തയായ മുസ്ലിം ആയിരുന്നു. ഡിവോട്ട് മുസ്ലിം, ഡിവോട്ട് എന്ന് പറഞ്ഞാൽ ഭക്തയായത്. ഹു കൺസിസ്റ്റന്റ്ലി ഓഫേഴ്സ് പ്രയേഴ്സ് 5 times a day. ഒരു ദിവസം 5 നേരം നമസ്കരിക്കുന്ന ഒരു പെണ്ണായിരുന്നു അവൾ. ആസ് എ റുട്ടീൻ ഹാബിറ്റ്, ഒരു റുട്ടീൻ ഹാബിറ്റ് എന്ന നിലക്ക് 5 നേരം നമസ്കരിക്കുന്ന ഒരു ഭക്തയായ മുസ്ലിം സ്ത്രീയായിരുന്നു അവൾ. വെൻ മലാല വാസ് എ ചൈൽഡ്, മലാല കുട്ടിയായിരിക്കുമ്പോൾ, ഹെർ ഫാദർ വാസ് ബെയർലി അറൗണ്ട്. അവളുടെ അച്ഛൻ ആ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല. ബെയർലി അറൗണ്ട്, പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് കാരണം എന്തുകൊണ്ട്? സിയാവുദ്ദീൻ വാസ് ഇമേഴ്സ്ഡ് ഇൻ ക്രിയേറ്റിംഗ് പോയട്രി. സിയാവുദ്ദീൻ എപ്പോഴും കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പണി. അപ്പൊ അദ്ദേഹം തന്റെ ഫാമിലി അധികം ഒന്നും വരാറുണ്ടായിരുന്നില്ല. ഫൗണ്ടിങ് ലിറ്റററി ഓർഗനൈസേഷൻസ്, അതുപോലെ സാഹിത്യപരമായിട്ട് ഒരുപാട് സംഘടനകൾ നിർമ്മിക്കുക. ആൻഡ് അണ്ടർടേക്കിംഗ് ആക്ഷൻ ടു പ്രൊട്ടക്ട് ദ വാലീസ് ഇക്കോസിസ്റ്റം. ഈ സ്വാത്ത് താഴ്വരയുടെ ഇക്കോസിസ്റ്റം അഥവാ അവിടുത്തെ പരിസ്ഥിതി സിസ്റ്റം സംരക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു സിയാവുദ്ദീൻ. അപ്പൊ സിയാവുദ്ദീൻ ശരിക്കും പറഞ്ഞ് വീട്ടിലുണ്ടായിരുന്നില്ല മലാല ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ. സിയാവുദ്ദീൻ അപ്ലൈഡ് ഹിസ് ബ്രെയിൻസ് ആൻഡ് ഡിലിജൻസ് ടു സക്സീഡ് ഡെസ്പൈറ്റ് കമ്മിങ് ഫ്രം പൂർ വില്ലേജ്. ഒരു പാവം ഗ്രാമത്തിൽ നിന്നാണ് സിയാവുദ്ദീൻ വരുന്നെങ്കിൽ പോലും അവിടെ എല്ലാ സാമർത്ഥ്യങ്ങളും ആ ഒരു രാജ്യത്തിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട്, വികാസത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മലാല ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് ലാംഗ്വേജ്. ഭാഷയുടെ ശക്തി എന്താണ് എന്ന് മലാല മനസ്സിലാക്കിയത് ഫ്രം ഹർ ഫാദർ, അവളുടെ അച്ഛനിൽ നിന്നാണ്. ഭാഷയുടെ ശക്തി, നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം, നന്നായിട്ട് എഴുതാൻ കഴിയണം, അത് മനസ്സിലാക്കിയത് എവിടെ നിന്നാണ്? അച്ഛനിൽ നിന്നാണ്, പിതാവിൽ നിന്നാണ്. മലാലാസ് ആൻസെസ്റ്റേഴ്സ് ഹെയിൽ ഫ്രം ഇല്ലുസ്ട്രിയസ് പഷ്തൂൺ ട്രൈബ് ഓഫ് ദ യൂസഫ് സായ്. മലാലയുടെ പിതാക്കന്മാർ, ആൻസെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപിതാക്കന്മാർ, അവർ വരുന്നത് ഹെയിൽ ഫ്രം, അവർ വരുന്നത് എന്ന് പറഞ്ഞാൽ ആ പ്രപിതാക്കന്മാർ എവിടെ നിന്നാണ് ഉണ്ടായിരുന്നത്? ദ പഷ്തൂൺ ട്രൈബിൽ നിന്നാണ്. പഷ്തൂൺ ട്രൈബ്, പഷ്തൂൺ വിഭാഗക്കാരാണ് ഇവര്. വിച്ച് വാല്യൂഡ് ബോത്ത് പോയട്രി ആൻഡ് ബാറ്റിൽ. ഈ പഷ്തൂൺ വിഭാഗക്കാരെ പ്രത്യേകം അറിയോ? ദേ വാല്യൂഡ്, അവർ മൂല്യം കൊടുത്തു
ബോത്ത് പോയട്രി ആൻഡ് ബാറ്റിൽ, യുദ്ധത്തിനും കവിതക്കും. അത് രണ്ടും ഒരു ഇഷ്ട വിഷയങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിതാവും അങ്ങനെ ഒരു കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഡെസ്പൈറ്റ് ദ ഓൺഗോയിങ് ഡിസ്പ്യൂട്ട്സ് അമംഗ് ദ യൂസഫ് സായിയുടെ ഈ ആളുകൾക്കിടയിൽ തർക്കങ്ങളുണ്ടെങ്കിൽ പോലും one of the warriors was able to establish order in Swat Valley in 1917. 1917 യൂസഫ് സായിന്റെ പട്ടാളക്കാരിൽ ഒരാള് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ യൂസഫ് സായിന്റെ ട്രൈബാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് മക്കൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരാളുടെ നേതൃത്വത്തിൽ അവർ ജീവിക്കാൻ തുടങ്ങി. ആരുടെ പേരാണ്? ജഹൻസബ്. ഹിസ് സൺ ഏൺഡ് ദ വാലി ഇമ്മൻസ് വെൽത്ത്. ഈ ജഹൻസബ് ഈ വാലിയിൽ ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവന്നു, ഒരുപാട് ധനം കൊണ്ടുവന്നു. മലാലസ് ഫാദർ വാസ് ബോൺ ഇൻ 1969. മലാലയുടെ അച്ഛൻ ജനിക്കുന്നത്, പിതാവ് ജനിക്കുന്നത് 1969 ദ ഇയർ ദ വാലി ഫോർമലി യൂണിഫൈഡ് വിത്ത് പാകിസ്ഥാൻ. ആ വർഷത്തിലാണ് ഈ സ്വാച്ച് വാലി എന്ന് പറയുന്നത് പാകിസ്ഥാന് കൂടെ ചേരുന്നത്. ഞാൻ പറഞ്ഞു, ആ കാശ്മീർ ചേരുന്നത് പോലെ ഒരു സ്പെഷ്യൽ എൻറ്റൈറ്റിയിൽ പാകിസ്ഥാന് കൂടെ ചേർന്ന ഒരു രാജ്യമാണ് സ്വാത്ത്. മലാല പ്രൈമറിലി ഐഡന്റിഫൈസ് ആസ് സ്വാത്തി. സാധാരണഗതിയിൽ മലാല ഐഡന്റിഫൈ ചെയ്യുന്നത്, ഐഡന്റിറ്റി പറയുന്നത് സ്വാത്തി എന്ന ആളാണ്, സ്വാത്തിൽ താമസിക്കുന്ന ആൾ. ദെൻ പഷ്തൂൺകാരിയാണ്, ദെൻ പാകിസ്ഥാൻകാരിയാണ്, അല്ലെ? Malala became aware as a little girl that she was unable to go as she pleased due to the fact that she was a woman. മലാലയ്ക്ക് മനസ്സിലായി, ഞാനൊരു പെണ്ണാണ്, സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെതായിരിക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് എന്ന് മലാലയ്ക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ മലാല മെയ്ഡ് ദ ഡിസിഷൻ അറ്റ് ദ യങ് ഏജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മലാല ഒരു വലിയ തീരുമാനം കൈക്കൊണ്ട്. എന്താണ്? ദാറ്റ് ഷീ വുഡ് നോട്ട് ലെറ്റ് ജെൻഡർ ബയാസ് ഇൻ ഹെർ കമ്മ്യൂണിറ്റി. അവളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ജെൻഡർ ബയാസ് ഉണ്ടല്ലോ, ആണുങ്ങൾക്ക് എന്തോ ആവാം പെണ്ണുങ്ങൾക്ക് ആവില്ല എന്ന് പറയുന്ന ആ ജെൻഡർ ബയാസ് ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ടു ലിമിറ്റ് ഹെർ. അവളെ ലിമിറ്റ് ചെയ്യാൻ അവൾ അനുവദിക്കില്ല എന്ന് അവൾ തീരുമാനിച്ചു. ഹെർ ഫാദർ ഏജ്ഡ് ഹെർ ടു ലിവ് എ ലൈഫ് ഫ്രീ ആസ് എ ബേർഡ്. അവളുടെ പിതാവ് അവളോട് എപ്പോഴും പറയാറുള്ളത് ലിവ് ഫ്രീ ആസ് എ ബേർഡ്, പക്ഷിയെ പോലെ സ്വതന്ത്രമായിട്ട് ജീവിക്കൂ എന്നതാണ്. ഫ്രീ ആസ് എ ബേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണത്. ലിവ് ഫ്രീ ആസ് എ ബേർഡ്, പക്ഷിയെ പോലെ സ്വതന്ത്രമായി ജീവിക്കൂ എന്നാണ് അവളുടെ പിതാവ് അവളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അനലൈസിസ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അതിന്റെ വേറൊരു നോട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരും. കുറച്ചുകൂടി സിമിലർ ലാംഗ്വേജിലുള്ള അനലൈസിസ് ഞാൻ ഇട്ടുതരും. 1-2 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പിന്നെ നമ്മളെ ഗ്രൂപ്പിലേക്ക് നമുക്ക് നോട്ടായിട്ട് തരാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒറ്റവാക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ അസൈൻമെന്റ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ, ചില ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഇടാവുന്നതാണ്. താങ്ക് യു.